കേരളത്തിൻ്റെ പൊതുസമൂഹം ഈ തെരഞ്ഞെടുപ്പിൽ ഈ നീതികേടിനെതിരായി നടപ്പാക്കപ്പെടേണ്ട ഒരു നിയമം നടപ്പാക്കാത്തതിനെതിരായി ഒരു ചോദ്യം ചെയ്യലുണ്ടാവുന്നില്ല. മന്ത്രിയുടെ തിരുനെല്ലി പഞ്ചായത്തിൽ വരിക, അതിദരിദ്രമുക്തമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന തിരുനെല്ലി പഞ്ചായത്തിലെ കാട്ടുനായിക്ക, ബേഡ് നായിക്ക, അടിയ, പണിയ തുടങ്ങിയ സമൂഹങ്ങളൊക്കെ ദാരിദ്ര്യമുക്തമല്ല എന്നത് നമുക്ക് കാണിക്കാൻ പറ്റും. ഹാരിസൺസ് മലയാളം 72,000 ഏക്കർ ഭൂമിയുള്ള ഹാരിസൺസ് മലയാളത്തിൽ 72,000 × 4 2,80,000 മറ്റോ തൊഴിലാളി ഉണ്ടാവണം. ഇന്ന് ഹാരിസൺസ് മലയാളത്തിന് മൊത്തം നിങ്ങളെടുത്തോളൂ, പ്രൊവിഡൻറ്റ് ഫണ്ട് അടയ്ക്കുന്ന 1000 തൊഴിലാളി ഇല്ലയെന്ന് ഞാൻ ചലഞ്ച് ചെയ്യും. ഇനിയും വലിയ ഒരു മഴ പെയ്യുമ്പോൾ ആ മഴ ഈ വേരുകൾക്കിടയിലേക്ക് ഇറങ്ങിയാൽ വീണ്ടും അത് തള്ളപ്പെടുകയും വീണ്ടും ഒരു ഉരുൾപൊട്ടലിന് സാധ്യത ആർക്കും നിഷേധിക്കാൻ പറ്റില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. ഒരാദിവാസിക്ക് പോലും ആ നിയമം അനുസരിച്ച് ഭൂമി നൽകിയില്ല എന്ന് വളരെ കുറ്റകരമായ ഒരാരോപണം ഞാൻ ഉന്നയിക്കുകയാണ്. ബ്രാഹ്മണിക്കൽ ആധിപത്യം ഒരു കാരണവശാലും ഈ ദരിദ്ര സമൂഹത്തിന് ഭൂമി കിട്ടാനോ അവൻ കൃഷിക്കാരനാവാനോ അവൻ അന്തസ്സായി ജീവിക്കാനോ പാടില്ല എന്ന മനോഭാവം കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. തയ്യാറാകാതിരിക്കാൻ കാരണം ഈ തീരുമാനമെടുക്കാൻ കഴകത്തില്ലാത്ത ഈ ശശീന്ദ്രനെ പോലെയുള്ള മന്ത്രിമാരാണ്. അതുകൊണ്ട് മാത്രമാണ്. അതല്ല, ഇന്നത് ചെയ്തിരിക്കണം, ഇത് നിയമമാണ്, നിയമം നടപ്പാക്കപ്പെട്ടിരിക്കണം എന്ന് KR ഗൗരിയെ പോലെ പറയാൻ തൻ്റെ ഇടമുള്ളൊരു മന്ത്രി ഉണ്ടായാൽ അന്ന് തീരും കേരളത്തിലെ വനത്തിൻ്റെ പ്രതിസന്ധി. ഹലോ ആൻഡ് വെൽക്കം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് PT ജോണാണ്. PT ജോൺ കേരളത്തിൽ മുഖവരകൾ ആവശ്യമില്ലാത്ത മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. അതോടൊപ്പം തന്നെ കർഷക നേതാവാണ്. 3 പതിറ്റാണ്ടായിട്ട് ആദിവാസികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടിവിസ്റ്റ് കൂടിയാണ് PT ജോൺ. വെൽക്കം ടു ദിസ് കോൺവെർസേഷൻ PT ജോൺ. സന്തോഷം. ഓക്കെ, നമ്മൾ ഈ സംഭാഷണം കേരളത്തിൽ നിലവിലിപ്പോൾ ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സംഭാഷണങ്ങളിൽ തന്നെ തുടങ്ങാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ ഇലക്ഷനിൽ സാധാരണ പൊതുവെ ഇലക്ഷനുകൾ നടക്കുമ്പോൾ കേരളം പോലുള്ള സംസ്ഥാനത്ത് ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. പക്ഷേ ഈ ഇലക്ഷനിൽ ചർച്ച ചെയ്യപ്പെടണമെന്ന് PT ആഗ്രഹിക്കുന്നതും എന്നാൽ ചർച്ച ചെയ്യപ്പെടാത്തതുമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണ്? ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ശ്രദ്ധയോടുകൂടി നോക്കിക്കണ്ടൊരു കാര്യം, ദളിത് ആദിവാസി വിഭാഗങ്ങൾ കൃത്യമായി രാഷ്ട്രീയമായി മുന്നണികളുടെ ഭാഗമായി മാറാൻ വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തുകയും സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ശ്രമിക്കുകയും ആ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി ശ്രമമൊക്കെ പരാജയപ്പെട്ടെങ്കിലും അവരൊക്കെ UDFന് അനുകൂലമായ നിലപാടെടുത്തുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇത് കാണുമ്പോഴും ദൗർഭാഗ്യവശാൽ ഈ ആദിവാസി ദളിത് നേതാക്കന്മാരുൾപ്പെടെ കേരളത്തിൻ്റെ പൊതുസമൂഹം അല്പം പോലും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യം, നൂറ്റാണ്ടുകളായി ആദിവാസികളോട് ഭരണകൂടവും സംവിധാനവും കാണിച്ചുകൊണ്ടിരുന്ന നീതികേട്, മര്യാദകേട് തുടരുന്നതിനെ ആരും ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഞാൻ ഈ നീതികേട് തുടരുന്നു എന്ന് പറയുന്നത്, ആദിവാസിക്ക് ഭൂമിയുടെ മുകൾ അവകാശമുണ്ടെങ്കിലും ആ അവകാശം സ്ഥാപിച്ചെടുക്കുന്നതിനെക്കുറിച്ച് അവരൊരിക്കലും ചിന്തിച്ചിരുന്നില്ല എന്നുള്ളതുകൊണ്ട് അവർക്ക് ഭൂമിക്ക് രേഖയുണ്ടായിരുന്നില്ല. പക്ഷേ 2006 വനാവകാശ നിയമത്തോടുകൂടി രേഖയില്ലെങ്കിലും അവർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം സ്ഥാപിച്ചു കൊടുക്കുന്ന ഒരു വലിയ ചരിത്രപരമായ നിയമനിർമ്മാണം ഇന്ത്യയിൽ ഉണ്ടാക്കപ്പെട്ടു. ആ നിയമനിർമ്മാണത്തിൻ്റെ നടത്തിപ്പ് ചുമതല ഏൽപ്പിക്കപ്പെട്ടിരുന്നത് വനം വകുപ്പിനെയല്ല, ആദിവാസി ക്ഷേമ വകുപ്പിനെയാണ്. ദൗർഭാഗ്യവശാൽ ആ ആദിവാസി ക്ഷേമ വകുപ്പ് ആ ഉത്തരവാദിത്തം നിറവേറ്റിയില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. കേരളത്തിലെ ഒരിടത്തു പോലും, വയനാട്ടിലാവട്ടെ, അട്ടപ്പാടിയിലാവട്ടെ, ഇടുക്കിയിലാവട്ടെ, തിരുവനന്തപുരത്താവട്ടെ, ഒരിടത്തു പോലും വനാവകാശ നിയമം അനുസരിച്ച് ഒരു കമ്മ്യൂണിറ്റിക്ക് പോലും കമ്മ്യൂണിറ്റി റൈറ്റ് കൊടുത്തില്ല, സമൂഹ അവകാശം നൽകിയില്ല. ഇൻഡിവിജ്വൽ റൈറ്റായിട്ട് 10 സെൻറ്റ്, 15 സെൻറ്റ്, 50 സെൻറ്റ്, 1 ഏക്കർ എന്നൊക്കെ പറഞ്ഞ് പലയിടത്തും അവരുടെ റൈറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തെടുത്ത് അവർക്ക് ആ ഭൂമി കൈവശം കിട്ടിയിട്ടുണ്ട്. പക്ഷേ
അവരുടെ കമ്മ്യൂണിറ്റി റൈറ്റ് എന്തുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണകൂടം, പ്രത്യേകിച്ച് ഒരു ആദിവാസി തന്നെ വകുപ്പ് മന്ത്രിയായിരുന്നിട്ട് പോലും നടപ്പാക്കിയില്ല എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ്. ആ ചോദ്യം ഉയർത്തപ്പെടേണ്ടതാണ് ഈ തിരഞ്ഞെടുപ്പിൽ നിന്നാണ് എൻ്റെ പക്ഷം. രണ്ടാമത്തെ കാര്യം, നിരന്തരമായ ആദിവാസികളുടെ പോരാട്ടം, ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടം, അത് വയനാട്ടിലും നിലമ്പൂരും പാലക്കാടും കൊല്ലം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും എല്ലാം പലരുടെ നേതൃത്വത്തിൽ ഗീതാനന്ദൻ, ജാനു, ലാഹഗോപാലൻ, കണ്ണൂരിൽ നിന്നുള്ള നിരവധിയായ നേതാക്കന്മാരുടെ മുൻകൈയിൽ നടന്ന ഭൂസമരങ്ങൾ, ആ ഭൂസമരങ്ങളുടെ ആത്യന്തികമായ റിസൾട്ട് ഉണ്ടായത് 2003 ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ AK ആൻ്റണി നിയമസഭയിൽ അവതരിപ്പിച്ച് പാസ്സാക്കിയൊരു നിയമമാണ്. ആ നിയമമനുസരിച്ച് കേരളത്തിലെ മുഴുവൻ ഭൂരഹിത ആദിവാസിക്കും 1 ഏക്കർ ഭൂമി മിനിമം കിട്ടാൻ അർഹതയുണ്ട് എന്ന് നിയമത്തിൽ എഴുതപ്പെട്ടു. മിനിമം 1 ഏക്കർ ഭൂമി, അതിൽ കൂടുതൽ ഭൂമി ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം. കൃഷി ചെയ്ത് ഉപജീവനം നടത്താനുള്ള അവകാശം ആദിവാസിക്കുണ്ട് എന്ന് അംഗീകരിച്ചതായിരുന്നു ആ നിയമം. അതുവരെ ആദിവാസിക്ക് 10 സെൻറ്റ് 5 സെൻറ്റ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു കുടികിടപ്പ് കൊടുക്കുന്ന രീതിയായിരുന്നുവെങ്കിൽ അതിനപ്പുറത്തേക്ക് ആദിവാസിക്ക് കൃഷി ചെയ്ത് ഉപജീവനം നടത്താനുള്ള അവകാശമുണ്ട് എന്ന് കേരളം അംഗീകരിച്ചു കൊടുത്തൊരു നിയമമാണ് AK ആൻ്റണിയുടെ ഭരണത്തിൽ പാസ്സാക്കപ്പെട്ട നിയമം. ആ നിയമം നിലനിൽക്കെ ഈ ഭരണകൂടം, പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം, ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഭരണകൂടം അധികാരത്തിൽ വന്നിട്ട് ആ അധികാരം ഉപയോഗിച്ച് ആ നിയമം നടപ്പാക്കിയത്, ആ നിയമം വഴിയായി ആദിവാസികൾക്ക് ഭൂമി കൊടുത്തതിൻ്റെ ഒരു ഡാറ്റ പുറത്തുതരാൻ തയ്യാറുണ്ടോ? ഒരാദിവാസിക്ക് പോലും ആ നിയമമനുസരിച്ച് ഭൂമി നൽകിയില്ല എന്ന് വളരെ കുറ്റകരമായ ഒരാരോപണം ഞാൻ ഉന്നയിക്കുകയാണ്. ആ നിയമമനുസരിച്ച് കേരളത്തിൽ ഓരോ ജില്ലകളിലും കൊടുക്കേണ്ട ഭൂമി എത്ര എന്നുള്ളതിനെക്കുറിച്ച് വനം വകുപ്പിൽ നിന്ന് വിട്ടുകിട്ടിയ ഭൂമിയുടെ ഡീറ്റെയിൽസ് വെച്ച് കേന്ദ്ര ഗവൺമെൻറ്റിന് കൊടുക്കുകയും കേന്ദ്ര ഗവൺമെൻറ്റിന് അനുവാദം വാങ്ങിക്കുകയും അതിനുശേഷം കേന്ദ്ര ഗവൺമെൻറ് അനുവാദം മാത്രം പോരാ, സുപ്രീം കോടതിയുടെ വിധി വേണമെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റ് വാങ്ങിക്കുകയും ചെയ്ത് ആ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റും കേന്ദ്ര ഗവൺമെൻറ് അനുവാദവും കയ്യിലുണ്ടായിട്ട് പോലും ഇപ്പോഴും ഇരുളത്തും മരിയനാടും ആദിവാസികൾ കുടിൽ കെട്ടി ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുന്നു. നിലമ്പൂരിൽ ആദിവാസികൾ ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുന്നു. ആറളത്ത് സമരം നടന്നുകൊണ്ടിരിക്കുന്നു. കൊല്ലത്തും പത്തനംതിട്ടയിലും സമരം നടന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് കേരളത്തിൻ്റെ പൊതുസമൂഹം ഈ തെരഞ്ഞെടുപ്പിൽ ഈ നീതികേടിനെതിരായി നടപ്പാക്കപ്പെടേണ്ട ഒരു നിയമം നടപ്പാക്കാത്തതിനെതിരായി ഒരു ചോദ്യം ചെയ്യലുണ്ടാകുന്നില്ല? അത് ആദിവാസിയായതുകൊണ്ട് മാത്രമല്ലേ. ആദിവാസി അല്ലാത്ത ക്രിസ്ത്യാനിക്ക് വേണ്ടിയോ മുസ്ലിമിന് വേണ്ടിയോ നായർക്ക് വേണ്ടിയോ ആയിരുന്നു ഈ നിയമം പാസ്സാക്കപ്പെട്ടിരുന്നെങ്കിൽ ആ നിയമം നടപ്പാക്കുന്നില്ല എങ്കിൽ ചോദ്യം ചെയ്യാൻ എത്ര സംഘടനകൾ ഉണ്ടാകുമായിരുന്നു? ആദിവാസിക്ക് കൊടുക്കേണ്ടുന്ന ഭൂമി സംബന്ധിച്ച് ഒരു നിയമം പാസ്സാക്കി ഗവർണർ ഒപ്പിട്ടിട്ട് അത് അംഗീകരിക്കപ്പെട്ടിട്ടും അത് നടപ്പാക്കാൻ ഒരു സംസ്ഥാനത്തെ ഭരണകൂടം തയ്യാറാകുന്നില്ലെങ്കിൽ ഇവർ ആരുടെ പക്ഷത്ത്? ഇതിനകത്ത് സ്വാഭാവികമായിട്ടും വരുന്നൊരു ചോദ്യമുണ്ട്. അതായത് 2003 നിയമം ഇതാവുന്നു, അതിനുശേഷം VS അച്യുതാനന്ദൻ ഗവൺമെൻറ്, ഉമ്മൻചാണ്ടി ഗവൺമെൻറ്, പിന്നെ 10 വർഷം പിണറായി വിജയൻ ഗവൺമെൻറ്. സർക്കാരുകൾ എന്തുകൊണ്ട് ഇതിനെ അവഗണിക്കുന്നു? ഇവരെ ഇത് നടപ്പിലാക്കാൻ ഇവർക്ക് താല്പര്യം കൊടുക്കാത്ത വിഷയമെന്നാണ്. എന്തുകൊണ്ടാണ് സർക്കാരുകൾ ഇതിനെ അവഗണിക്കുന്നത്? യഥാർത്ഥത്തിൽ സർക്കാരുകൾ രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിൽ നിന്ന് മാറി പുതിയ രാഷ്ട്രീയ പാർട്ടി നേതൃത്വത്തിൽ ഭരണകൂടങ്ങൾ വരുന്നു എന്നല്ലാതെ ഭരണകൂടങ്ങളെല്ലാം ഒരേപോലെ തന്നെയാണ് ആദിവാസികളോട് പെരുമാറുന്നത്. ഈ നിയമം പാസ്സാക്കപ്പെട്ടതിന് ശേഷം കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ച് കൊടുത്ത ഭൂമിയിൽ നിന്ന് കുറേയേറെ ഭൂമി ഉമ്മൻചാണ്ടിയുടെ കാലത്തും VSൻ്റെ കാലത്തുമായിട്ട് വിതരണം ചെയ്യപ്പെടുകയുണ്ടായി. പക്ഷേ അത് വിതരണം ഇപ്പോൾ പോലും വയനാട്ടിൽ 2200-ലേറെ ഏക്കർ ഭൂമി വിതരണം ചെയ്യാൻ ബാക്കി കിടക്കുന്നു. അനുവദിച്ചു കൊടുത്ത ഭൂമി കേന്ദ്ര ഗവൺമെൻറ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. ഈ ഭൂമി ഭൂരഹിത ആദിവാസികൾക്ക് വിതരണം ചെയ്യാനുള്ളതാണ്.
ഇത് ആരും കയ്യേറാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ഭൂമി ആദിവാസിക്ക് വിതരണം ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണം ഭരണകൂടത്തിൻ്റെ തലവന്മാർ ഏത് രാഷ്ട്രീയ പാർട്ടിയുടേതായാലും ഭരണം നിയന്ത്രിക്കുന്നത് ഒരു ബ്രാഹ്മണിക്കൽ ആധിപത്യമാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല എങ്കിൽ ഇത്തരം നിയമങ്ങൾ ഭരണഘടനാപരമായ സംരക്ഷണമുള്ളൊരു സമൂഹത്തിന് ആദിവാസിക്ക് വേണ്ടി ഒരു നിയമം പാസ്സാക്കപ്പെട്ടിട്ട് ആ നിയമം നടപ്പാക്കാൻ സുപ്രീം കോടതിയുടെ വിധിയും കേന്ദ്ര ഗവൺമെൻറ് അനുവാദവും ഉണ്ടായിട്ടും അത് നടപ്പാക്കപ്പെടുന്നില്ലെങ്കിൽ അതിനർത്ഥം ബ്രാഹ്മണിക്കൽ ആധിപത്യം ഒരു കാരണവശാലും ഈ ദരിദ്ര സമൂഹത്തിന് ഭൂമി കിട്ടാനോ അവൻ കൃഷിക്കാരനാവാനോ അവൻ അന്തസ്സായി ജീവിക്കാനോ പാടില്ല എന്ന മനോഭാവം കൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. പി ടി ഇപ്പോൾ പറഞ്ഞ ഈ ബ്രാഹ്മണ സ്വഭാവമുള്ള ഒരു ഗവൺമെൻറ് നിലവിലുള്ളത് കൊണ്ടാണ് ഇതുപോലുള്ള ഓൾറെഡി പാസ്സായ നിയമങ്ങൾ പോലും നടപ്പിലാക്കാൻ സർക്കാരുകൾക്ക് ബുദ്ധിമുട്ടുള്ളതെന്നുള്ളത്. ഈ ഇപ്പം നിലവിൽ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇടതുപക്ഷം റിലീസ് ചെയ്തിട്ടുള്ള അവരുടെ റിപ്പോർട്ട് കാർഡിൽ ജനകീയമായിട്ടുള്ള വേറെ ഒരുപാട് വിഷയങ്ങളിൽ നടപടിയെടുത്തുവെന്നും അതുകൊണ്ട് തന്നെ ഒരു വീണ്ടും അധികാരത്തിൽ വരുന്നതിനെ പറ്റി അവർ സംസാരിക്കുന്നുണ്ട്. ഈ ബ്രാഹ്മണാധിപത്യം എന്ന് പി ടി ഉദ്ദേശിക്കുന്നത് ഇതൊരു വ്യാവസായിക സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരായതുകൊണ്ടാണോ അതോ ഇവരുടെ മൊത്തം പോളിസി ഒരു ജാതീയ പോളിസിയാണെന്ന് തോന്നുന്നതുകൊണ്ടാണോ? അത് സാമാന്യ രീതിയിൽ നമ്മൾ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണം അധികാരത്തിൽ വരുമ്പോൾ ആ ഭരണത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെട്ടൊരു ജനത, ഏറ്റവും അധികം നീതി നിഷേധിക്കപ്പെട്ടൊരു ജനത, ആ ജനതയ്ക്ക് വേണ്ടി പാസ്സാക്കപ്പെട്ടൊരു നിയമമുണ്ടെങ്കിൽ ആ നിയമം സത്യസന്ധമായി നടപ്പാക്കും എന്നല്ല നമ്മൾ പ്രതീക്ഷിക്കുക. ആ പ്രതീക്ഷ ഈ കഴിഞ്ഞ 5 വർഷവും നിരാശയാണ് നൽകിയതെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അനുഭവം ഇത് ഇവർക്ക് കൊടുത്തില്ല, അവർക്ക് അർഹതപ്പെട്ട ഭൂമി അവർക്ക് കൊടുത്തില്ല. അവർ ആ ഭൂമിക്ക് വേണ്ടി ഇപ്പോഴും കുടിൽ കെട്ടി മഴയും വെയിലും മഞ്ഞും കൊണ്ട് അതിനകത്ത് കിടക്കുന്നു. അവർക്ക് റേഷൻ കാർഡില്ല, അവർക്ക് വോട്ട് ചെയ്യണമെങ്കിൽ അവരുടെ എവിടെയാണോ ഊര് അവിടെ പോയി വോട്ട് ചെയ്യണം. എന്തൊരു ദുരിതപൂർണമായ അവസ്ഥയാണ്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒന്ന് മരിയനാടെയോ ഇരളത്തെയോ സമരഭൂമിയിൽ പോയി ആ സമരഭൂമിയിൽ കിടക്കുന്ന മനുഷ്യരെ ഒന്ന് കാണും. ഈ അതികഠിനമായ ചൂടാണ്, കുടിക്കാൻ വെള്ളമില്ല, വന്യമൃഗങ്ങളുടെ ശല്യം സഹിക്കാൻ വയ്യ. ഞാൻ 3 എണ്ണവനെ വിളിച്ചു പറഞ്ഞു തലനാരരയ്ക്കാണ് ആനയുടെ ചവിട്ടിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് പറഞ്ഞു. ഇങ്ങനെ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ട് ഒരു ജനത സമരം ചെയ്ത് ജീവിക്കേണ്ടി വരുന്നു ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിനകത്ത് നിയമമുണ്ടായിട്ട് പോലും എന്നതാണ് എന്നെ വിഷമിപ്പിക്കുന്നത്. നിയമമില്ലെങ്കിൽ പിന്നെ അത് നിവൃത്തിയില്ല എന്നൊക്കെ. പാസ്സാക്കപ്പെട്ടൊരു നിയമം നടപ്പാക്കാൻ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. ഭൂമി കിടക്കണോ, ഭൂമി കൊടുക്കാൻ കേന്ദ്ര ഗവൺമെൻറ് അനുവാദം ഉണ്ടായിട്ടുണ്ട്, സുപ്രീം കോടതിയുടെ വിധി കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും കൊടുക്കില്ല എങ്കിൽ അതിനെന്താ നമുക്ക് ന്യായം പറയാനുള്ളത്? എന്താ അവർക്ക് ന്യായം പറയാൻ? ഇതിനെ ഞാൻ കൂട്ടി യോജിപ്പിക്കുന്ന ഒരു സാധനം, ഇത് ആദിവാസി ഭൂരഹിതരുടെ കാര്യമാണ്. ഇതിനേക്കാൾ ദയനീയമായ അവസ്ഥയാണ് ദളിത് ഭൂരഹിത ദളിതൻ്റെ സ്ഥിതി. തോട്ടം മേഖലയിലെ തൊഴിലാളികളിൽ ഭൂരിപക്ഷം ദളിതരാണ്, മുസ്ലിമുകളാണ് ബാക്കിയുള്ളവർ. ഇവരൊക്കെ ഒരായുസ് മുഴുവൻ ഒരു എസ്റ്റേറ്റിൽ പണിയെടുത്തിറങ്ങിയാലും കിട്ടുന്ന ഗ്രാറ്റുവിറ്റിയോ പെൻഷൻ കൊണ്ടോ 5-10 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചൊരു വീട് വെച്ച് താമസിക്കുക എന്ന് പറയുന്നത് അസാധ്യമായൊരു കാലമാണിത്. സാധ്യമല്ലാത്തൊരവസ്ഥയിലാണ് ഈ ടൂറിസമൊക്കെ വന്നിട്ട് അവർക്ക് റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് കയറിക്കിടന്നുറങ്ങാനൊരു സ്ഥലമില്ല എന്നുള്ളതാണ് അവസ്ഥ. അതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള വളരെ കൃത്യമായ നിർദ്ദേശം കേരളത്തിലുണ്ടായി വന്നതാണ്. നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ മുഴുവൻ തോട്ട വ്യവസായവും, തോട്ടങ്ങളെല്ലാം പാട്ടഭൂമികളാണ്. സ്വന്തം ഉടമസ്ഥതയിലുള്ള തോട്ടങ്ങൾ എന്ന് പറയുന്നത് കേവലം 3.5% മാത്രമാണ്. ബാക്കി 96.5% പ്ലാന്റേഷൻസും പാട്ടഭൂമിയാണ്, ലീസ് ലാൻഡാണ്. ആ പാട്ടഭൂമി 99 വർഷത്തെ ബ്രിട്ടീഷ് കാലത്തെ പാട്ടമായാലും രാജാക്കന്മാരുടെ പാട്ടമായാലും ആ പാട്ടത്തിൻ്റെ കാലാവധി കഴിഞ്ഞിട്ട് 20, 30, 40 വർഷം കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ പാട്ടഭൂമികളുടെ മുകളിൽ കമ്പനികൾക്ക് അവകാശമില്ല എന്നും ആ ഭൂമി സർക്കാരിൽ സ്വാഭാവികമായി നിക്ഷിപ്തമാക്കേണ്ടതാണ്. പിടിക്കേണ്ട കാര്യം പോലും ഒരു നിയമം പാസ്സാക്കേണ്ട കാര്യമില്ല. ഈ പാട്ടക്കരാർ കാലാവധി കഴിഞ്ഞിരിക്കുന്നു, യു ആർ ഔട്ട് എന്ന് പറഞ്ഞാൽ ഇവർ പുറത്തു പോവുകയും അത് സർക്കാർ ഭൂമിയായി മാറ്റപ്പെടുകയും ചെയ്യേണ്ടതാണ്. അങ്ങനെ സംഭവിക്കുന്നതോടെ കേരളത്തിൽ ഭൂരഹിതരായ
ഒരു മനുഷ്യനും ഉണ്ടാവില്ല. മുഴുവൻ തോട്ടം തൊഴിലാളികൾക്കും, മുഴുവൻ കർഷക തൊഴിലാളികൾക്കും, മുഴുവൻ ദളിത് ആദിവാസി വിഭാഗങ്ങൾക്കും അവർക്ക് കിടപ്പാടത്തിൻ്റെ ഭൂമി മാത്രമല്ല, അവർക്ക് കൃഷി ചെയ്ത് ജീവിക്കാൻ ആവശ്യമായ ഭൂമി കേരളത്തിൽ ലഭ്യമാണ്. അങ്ങനെ ഒരു സംഗതി കൃത്യമായി നടപ്പാക്കാൻ സാധിക്കത്തക്ക രീതിയിൽ സർക്കാരിന് മുമ്പിലുണ്ടായിട്ടും സർക്കാർ നടപ്പാക്കിയില്ല എന്ന് മാത്രമല്ല, ഈ മാനിഫെസ്റ്റോയിലും ഇത്തവണത്തെ മാനിഫെസ്റ്റോയിലും തോട്ടം ഭൂമി സർക്കാർ ഉടമസ്ഥതയിലേക്ക് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് ഒന്നും വേണ്ടിയിട്ടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിനകത്ത് ഒരു ലോജിക്കും ഇല്ല. കാരണം പണ്ട് തോട്ടങ്ങൾ നടത്താൻ ഇവർക്ക് ലാൻഡ് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്, നിങ്ങൾ തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട ജോലി, കൂലി, പ്ലാന്റേഷൻ ലേബർ ആക്ട് അനുസരിച്ചുള്ള സംരക്ഷണം, ഇൻഡസ്ട്രിയൽ പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ചുള്ള സംരക്ഷണം, മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ടിൻ്റെ സംരക്ഷണം, എല്ലാ തരം നിയമങ്ങളുടെയും സാമൂഹ്യ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ട് തൊഴിലാളികൾക്ക് ജോലിയും കൂലിയും കൊടുത്ത് ജീവിപ്പിക്കണമെന്നാണ് അന്നത്തെ നിർവചനം. അതായത് 1 ഏക്കർ തേയിലത്തോട്ടത്തിന് 4 തൊഴിലാളി ഉണ്ടായിരിക്കണം. 1000 ഏക്കർ തേയിലത്തോട്ടമുള്ള ഒരു കമ്പനിക്ക് 4000 തൊഴിലാളി പേറോളിലുണ്ടായിരിക്കണം. അവർക്ക് ജോലി, കൂലി, സുരക്ഷിതത്വം എല്ലാം കൊടുത്തിരിക്കണം എന്ന സ്ഥാനത്ത് ഇന്ന് 1000 ഹാരിസൺസ് മലയാളം 72,000 ഏക്കർ ഭൂമിയുള്ള ഹാരിസൺസ് മലയാളത്തിൽ 72,000 × 4 2,80,000 മറ്റോ തൊഴിലാളി ഉണ്ടാവണം. ഇന്ന് ഹാരിസൺസ് മലയാളത്തിന് മൊത്തം നിങ്ങളെടുത്തോളൂ, പ്രൊവിഡൻറ്റ് ഫണ്ട് അടയ്ക്കുന്ന 1000 തൊഴിലാളി ഇല്ലയെന്ന് ഞാൻ ചലഞ്ച് ചെയ്യും. 72,000 ഏക്കർ പ്ലാന്റേഷനുള്ള ഹാരിസൺ മലയാളത്തിന് 1000 തൊഴിലാളികൾക്ക് പ്ലാന്റേഷൻ തൊഴിലാളി എന്നുള്ള നിലയ്ക്ക് PF അടയ്ക്കുന്നുണ്ടാവില്ല. ആ തരത്തിൽ പ്ലാന്റേഷൻ മേഖലയിലെ തൊഴിലാളികളെ ഛിന്ന ഭിന്നമാക്കി നശിപ്പിക്കുക മാത്രമല്ല, അന്യസംസ്ഥാന തൊഴിലാളികളെ കുറേ ആളുകളെ കൊണ്ടുവന്ന് അവരവർ കാര്യം നടത്തിക്കൊണ്ടുപോകുന്നു. ഒരു തൊഴിൽ നിയമങ്ങളും നടപ്പാക്കപ്പെടുന്നില്ല. യഥാർത്ഥത്തിൽ തൊഴിലാളികൾക്ക് തൊഴിലും സ്ഥിരമായ തൊഴിലും ജീവിതവും കൊടുക്കുന്നില്ല എങ്കിൽ മാനേജ്മെൻറ്റുകൾക്ക് ആ പാട്ടഭൂമി കൈവശം വെക്കാൻ അവകാശമില്ല. ആസ് പെർ സെക്ഷൻ 51 ഓഫ് ദി ഇന്ത്യൻ ടീ ആക്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതിൽ വേറെ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ PT തന്നെ മറ്റൊരു ഇപ്പം മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ട് എഴുതിയൊരു ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. അതായത് ഗവൺമെൻറ് ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഫോറസ്റ്റ് ആക്ട് ആണെങ്കിലും പ്ലാന്റേഷൻ ആക്ട് ആണെങ്കിലും. ഇപ്പോൾ ഈ നിയമങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം വീണ്ടും എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ബാധിക്കുന്നത്, ഇപ്പോൾ തോട്ടം തൊഴിലാളികളാണെങ്കിലും ആദിവാസികളാണെങ്കിലും ദലിതരാണെങ്കിലും ഇവരുടെ ജീവിതത്തെ വീണ്ടും ദുഷ്കരമായി പോകുന്നൊരു സാഹചര്യമാണുള്ളത്. ഈ 2003 നിയമം ഉണ്ടാക്കിയിട്ട് വീണ്ടും അവരുടെ ജീവിതം ദുഷ്കരമായി പോകുന്നു എന്ന് തന്നെയാണോ PT? അതെ, 2003 നിയമം അനുസരിച്ച് ഒരു തൊഴിലാളി ഒരു ആദിവാസിക്ക് 1 ഏക്കർ ഭൂമി റൈറ്റ് അംഗീകരിച്ചു, ഭരണകൂടം അംഗീകരിച്ചു. ഭൂമി കണ്ടെത്തി കൊടുത്തിരിക്കണം. ഭൂമി ഉണ്ട് കൊടുക്കാൻ, ആ ഭൂമി കണ്ടെത്തി കൊടുക്കുക എന്ന് പറഞ്ഞ ജോലിയാണ് ഈ ബ്യൂറോക്രസി ചെയ്യാതിരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ ഈ ഞാൻ പറഞ്ഞ ഒരു ഹെഗമണി, ഈ ബ്രാഹ്മണിക്കൽ ഹെഗമണി എന്ന് പറയുന്ന സാധനം അവർക്ക് പുച്ഛമാണ്. ഈ ദരിദ്രനായ ആദിവാസിക്കും ദളിതനും തോട്ടം തൊഴിലാളിക്കുമൊക്കെ സ്വന്തമായി ഭൂമി ഉണ്ടാവുക, അവനവിടെ കൃഷിക്കാരനാവുക, അവനെ അടിമയായി തന്നെ കാണണം എന്ന മനോഭാവത്തോടുകൂടി കഴിയുന്ന ബ്യൂറോക്രസിയെയാണ് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത്. അത് മാത്രമാണ് ഇത് നടപ്പാക്കപ്പെടാതിരിക്കാൻ കാരണമെന്ന് ഞാൻ കരുതുന്നു. വേറൊരു ന്യായവുമില്ല. ബ്യൂറോക്രസി എന്ന് പറഞ്ഞപ്പോൾ പൊളിറ്റിക്കൽ വില്ലില്ലാത്ത രാഷ്ട്രീയ നേതാക്കന്മാരും. പൊളിറ്റിക്കൽ വില്ല് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ വനം വകുപ്പ് ഒരു ഉദാഹരണം എടുക്കുക. വനം വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ഇത്ര ഒന്ന് കള്ളത്തരം, നീതികേടേ ചെയ്യുള്ളൂ. ഇപ്പം ഏറ്റവും അവസാനം ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നമ്മളെല്ലാം നിർബന്ധിച്ച് പറയുക, വേനൽ ഒരു രക്ഷയില്ലാത്ത തരത്തിൽ ചൂടാവും, കുടിക്കാൻ വെള്ളം ഉണ്ടാവില്ല, വന്യമൃഗങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാകും, അതുങ്ങൾക്ക് പുറത്തിറങ്ങാൻ നിവൃത്തി ഉണ്ടാവില്ല, കൃഷിക്കാരനാ കഷ്ടപ്പെടും. അപ്പോൾ ആ ഉടനെ തന്നെ നടപടിക്രമങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണൂരിൽ, കോഴിക്കോട്, വയനാട് എല്ലാ സ്ഥലത്തും കുറേ ചെക്ക് ഡാമുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടെൻഡർ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് 1-2 തവണ ടെൻഡർ ക്ഷണിക്കാനായിട്ടുള്ള ഏർപ്പാടൊക്കെ ചെയ്യുന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ കാണുന്നത് ആ ടെൻഡറുകൾ മുഴുവൻ ക്യാൻസൽ ചെയ്തിരിക്കണം. ഞാൻ പറഞ്ഞത് ഇത് അത്രയും ഗുരുതരമായ ഒരു സിറ്റുവേഷനാണ് ഈ വേനൽക്കാലത്തുണ്ടാകുന്നത്. ഇവർ മൊട്ടയടിക്കപ്പെട്ടതാണ് കാടുകൾ മുഴുവൻ.
അവരുടെ അന്യായം, അവരുടെ ഈ മോണോകൾച്ചറുകൾ കൊണ്ട് മാത്രമാണ് കാടിൻ്റെ എക്കോസിസ്റ്റം തകർന്നത്. അതുകൊണ്ടാണ് വെള്ളവും തീറ്റയില്ലാതായത്. അപ്പോൾ കുറച്ച് കുടിവെള്ളമെങ്കിലും ഈ മൃഗങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ടെൻഡർ ക്ഷണിച്ചു. എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ മൊബൈലിലുണ്ട് ആ ടെൻഡർ ക്ഷണിച്ചതിൻ്റെ സാധനം. പിന്നെ ഞാൻ നോക്കുമ്പോൾ ആ ടെൻഡർ എടുക്കാൻ ആളില്ല എന്ന് പറഞ്ഞാൽ അവർ ക്യാൻസൽ ചെയ്തിരിക്കണം. പിന്നെ അവരത് ഇതേ സമയത്ത് തന്നെ അവർ ഏറ്റവും ഫോക്കസ് ചെയ്യുന്നൊരു സാധനം AI ക്യാമറ വെച്ചിട്ട് ഉള്ള ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള ടെൻഡർ ക്ഷണിക്കുകയും അത് ഏതോ കമ്പനി, ഡൽഹിയിലോ മറ്റോ കമ്പനി അതിൻ്റെ ടെൻഡർ പിടിക്കുകയും വലിയ കോടിക്കണക്കിന് രൂപയുടെ ഏർപ്പാടാണ്. എന്താണ് AI ക്യാമറ കൊണ്ട് കാട്ടിൻ്റെ ഉള്ളിൽ ചെയ്യാൻ പോകുന്നത് നാട്ടുകാർക്കും അറിയില്ല. പിന്നെ അവർക്ക് തന്നെ അതിനെക്കുറിച്ച് എന്താ ധാരണ എന്ന് എനിക്കറിയില്ല, ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർക്ക്. എന്തായാലും അങ്ങനെ ആർക്കും മനസ്സിലാവാത്ത ഭാഷയിലുള്ള കുറേ സംഗതികൾ ചെയ്തു പോകുന്നതാണ് വനം വകുപ്പിൻ്റെ രീതി. വനം വകുപ്പ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് വനത്തിനകത്തെ അടിസ്ഥാന ബോധ്യവും വിവരവുമുള്ള സമൂഹം ആദിവാസിയാണെന്നും ആ ആദിവാസിയുടെ വനാവകാശ നിയമം അവർക്ക് അനുവദിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ അറിവും പ്രാപ്തിയും പ്രയോജനപ്പെടുത്തി അവരെ നൊമാഡിക് ട്രൈബ്സിനെയും പിന്നെ പ്രാക്തന ഗോത്രവർഗ സമൂഹത്തിൻ്റെയൊക്കെ അറിവും പ്രാപ്തിയും പ്രയോജനപ്പെടുത്തി കാടിൻ്റെ ഇക്കോസിസ്റ്റം വളർത്തിയെടുക്കുക എന്ന് പറയുന്ന പ്രവൃത്തിയാണ് അവർ ചെയ്യേണ്ടത്. അതവർ ചെയ്യാതിരിക്കുകയും എന്നും കൈക്കൂലിയും കാതുകുത്തും പൈസയും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഓരോ പ്രതിസന്ധികളെയും അവർ ഉപയോഗിക്കുക ചെയ്യുന്നു. ഓരോ പ്രതിസന്ധികളും ഉദ്യോഗസ്ഥന്മാർക്കും മന്ത്രിക്കും ഭരണകൂടത്തിനും കൈക്കൂലി വർദ്ധിപ്പിച്ച് പണം വർദ്ധിപ്പിച്ചെടുക്കാനുള്ള വഴികളല്ലാതെ വേറെ ഒരു തരത്തിലും സമൂഹത്തിന് നന്മ ചെയ്യുന്ന സംഗതി ഉണ്ടാവുന്നില്ല. ഞാൻ ഈ വനം വകുപ്പിൻ്റെ തന്നെ ഒരു കാര്യം ഞാൻ പറയാം. 2000 E.K. നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഒരു ഓർഡിനൻസ് പാസ്സാക്കപ്പെടുന്നു. ആ ഓർഡിനൻസ് എന്ന് പറഞ്ഞത് പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ സർക്കാരിൽ നിക്ഷിപ്തമാകും എന്നതാണ് ഓർഡിനൻസ്. കേരളത്തിലെ സ്വകാര്യ ഭൂമി പരിസ്ഥിതി ലോലമാണെങ്കിൽ സർക്കാരിൽ നിക്ഷിപ്തമാകും. കേട്ടോ വല്ല ബുദ്ധിമുട്ടുണ്ടോ? പരിസ്ഥിതി സ്നേഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും അതിനോട് വിയോജിപ്പൊന്നുമില്ല. ആ ഓർഡിനൻസിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഏകദേശം 15,300 ഹെക്ടർ ഭൂമി പരിസ്ഥിതി ലോല പ്രദേശമായി സർക്കാരിൽ വെസ്റ്റ് ചെയ്യപ്പെട്ടു. 15,000 ഹെക്ടർ ഭൂമി അങ്ങനെ വെസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ആ ഭൂമിയുടെ ഉടമസ്ഥന്മാരായിരുന്ന ചെറുകിട കർഷകർക്കോ ആദിവാസികൾക്കോ മറ്റുള്ളവർക്കോ പകരം ഭൂമി കൊടുക്കുകയോ അതിന് നഷ്ടപരിഹാരം കൊടുക്കുകയോ ചെയ്തിട്ടില്ല. നഷ്ടപരിഹാരത്തിൽ പ്രൊവിഷനുണ്ട്. സെക്ഷൻ 3 അനുസരിച്ച് എടുത്താൽ നഷ്ടപരിഹാരം കൊടുക്കാം. നഷ്ടപരിഹാരം കൊടുത്തുകൊണ്ടെടുത്തില്ല, പകരം ഭൂമിയും കൊടുത്തില്ല. അങ്ങനെ നിരവധിയായ ആളുകൾ കിടപ്പാടം നഷ്ടപ്പെട്ട് വീടും കുടിയും നഷ്ടപ്പെട്ട് തെരുവിലാക്കപ്പെട്ട സാഹചര്യം ഉണ്ടാക്കി. അത് ഓർഡിനൻസിലൂടെ സംഭവിച്ചു. ആ ഓർഡിനൻസ് പിന്നീട് 2004 ആണെന്നാണ് എൻ്റെ ധാരണ. VS മുഖ്യമന്ത്രിയായപ്പോൾ അത് നിയമമാക്കി കൊണ്ടുവന്നു. ഓർഡിനൻസിനെ നിയമമാക്കി വീണ്ടും പ്രൊസീഡ് ചെയ്തുകൊണ്ടേയിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷം പോലും ആ നിയമം അനുസരിച്ച് ഭൂമി പരിസ്ഥിതി ലോല പ്രദേശം സർക്കാർ നിക്ഷിപ്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ സീലിംഗ് പരിധിയിലുള്ള കർഷകൻ്റെ ഭൂമി അവൻ്റെ ഉപജീവനത്തിന് വേണ്ടി കൃഷി ചെയ്യുന്ന ഭൂമിയാണ്. ആ ഭൂമി സർക്കാർ എന്തിൻ്റെ പേരിൽ പിടിച്ചെടുത്താലും അതിന് നഷ്ടപരിഹാരം കൊടുത്തിരിക്കണം എന്നുള്ളത് ഒരു ഫണ്ടമെൻ്റൽ റൈറ്റാണ്. അവൻ്റെ ഏക ഉപജീവന മാർഗ്ഗമാണ്. അത് വെച്ച് പലരും കോടതിയിൽ പോയി. വയനാട്ടിലെ തരിയൂട് പഞ്ചായത്തിലെ 50 ആദിവാസി പണിയ കുടുംബങ്ങൾക്ക് ഭൂരഹിത ആദിവാസി എന്ന നിലയിൽ 1994 പതിച്ചു കൊടുത്ത ഭൂമി ഈ നിയമം വെച്ച് വനം വകുപ്പ് ഫോറസ്റ്റാക്കി മാറ്റി. 50 ആദിവാസി പണിയ കുടുംബങ്ങൾക്ക് റവന്യൂ വകുപ്പ് ഭൂരഹിത ആദിവാസി എന്ന നിലയിൽ KP മാധവൻ നായരോട് പിടിച്ചെടുത്ത മിച്ചഭൂമി പതിച്ചു കൊടുത്തതാണ്.
4 നോൺ ട്രൈബും ഉണ്ട് അവരുടെ കൂട്ടത്തിൽ. അങ്ങനെ 54 പേർക്ക് കൊടുത്ത ഭൂമി വനം വകുപ്പ് കയറി EFLI പ്രഖ്യാപിച്ചു. EFLI പ്രഖ്യാപിച്ചതോടുകൂടി അത് ഗസറ്റ് നോട്ടിഫിക്കേഷനാണ്, നിങ്ങളെ ഒന്നും അറിയിക്കുന്നില്ല, നിങ്ങളോടൊരു ചോദ്യം ചോദിക്കേണ്ട, നിങ്ങളെ അറിയിക്കുകയും വേണ്ട. ഗസറ്റിൽ ഇന്ന സർവേ നമ്പറിലുള്ള ഇന്ന ഭൂമി, ഇന്ന അതിലുള്ള ഭൂമി പിന്നെ പരിസ്ഥിതി ലോല പ്രദേശമായി വനം വകുപ്പ് നോട്ടിഫൈ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ടിഫൈഡ്. പിന്നെ നിങ്ങൾക്ക് നികുതി അടയ്ക്കാൻ വില്ലേജ് ഓഫീസിൽ ചെല്ലുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക നിങ്ങളുടെ ഭൂമി ഫോറസ്റ്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നു, നിങ്ങൾക്ക് നികുതി അടയ്ക്കാൻ പറ്റില്ല എന്ന്. വില്ലേജ് ഓഫീസിൽ നികുതി അടയ്ക്കാൻ ചെല്ലുമ്പോഴേ നിങ്ങൾ അറിയുള്ളൂ, നിങ്ങൾക്കൊരു നോട്ടീസ് തരുന്നില്ല. അങ്ങനെ ഈ ആദിവാസികളുടെ ഭൂമിയിൽ ഭൂമി നഷ്ടപ്പെട്ടതിനെതിരെ 10-11 വർഷം മുമ്പ് HRLN എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഈ നിയമരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു NGO ഡൽഹിയിലുണ്ട്. കോളിൻ ഗോൺസാൽവിസ് നേതൃത്വം കൊടുത്തിരുന്ന ഒരു HRLN. അവരോട് ഞങ്ങൾ പറഞ്ഞിട്ട് അവർ ഒരു പ്രശാന്ത് എന്ന് പറഞ്ഞ വക്കീൽ മുഖേന കേരള ഹൈക്കോടതിയിൽ ഈ ആദിവാസികളോട് കാണിച്ചത് വലിയ മര്യാദകേടാണ്. ഭൂരഹിത ആദിവാസികൾക്ക് റവന്യൂ വകുപ്പ് പതിച്ചു കൊടുത്ത ഭൂമി വനം വകുപ്പ് ഫോറസ്റ്റാക്കി ഡിക്ലെയർ ചെയ്തത് തികച്ച അനീതിയാണെന്ന് പറഞ്ഞുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. HRLN പ്രശാന്ത് ഫയൽ ചെയ്ത കേസിൽ വനം വകുപ്പ് ഒരു അഫിഡവിറ്റുമായിട്ട് വന്ന് പറഞ്ഞു, ഈ കേസ് ഇവിടെ കേൾക്കാൻ പാടില്ല, കാരണം ഈ കേസ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. സുപ്രീം കോടതിയിൽ പ്ലാന്റേഴ്സ് ഫോറം ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതോടുകൂടി സുപ്രീം കോടതി ആ അഫിഡവിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ കേരള ഹൈക്കോടതി ഇത് വാദം കേൾക്കുന്നത് മാറ്റി അവിടെ മാറ്റി വെച്ചു. കഴിഞ്ഞ 10 കൊല്ലമായി ആ കേസ് അങ്ങനെ കിടന്നു കേരള ഹൈക്കോടതിയിൽ. ഈ ആദിവാസികൾ ഗതികിട്ടാപ്രേതങ്ങളെപ്പോലെ തരിയോട് പഞ്ചായത്തിൽ തേരാപ്പാര നടക്കണം. അവസാനം കഴിഞ്ഞതിന് മുമ്പിലത്തെ ആഴ്ച ഡൽഹിയിൽ ഈ കേസ്, ഈ പ്ലാന്റേഴ്സ് ഫോറം കേസ് സുപ്രീം കോടതി നമ്പറിട്ട് കേൾക്കാനായിട്ട് തീരുമാനിക്കപ്പെട്ട ഘട്ടത്തിൽ ഞാൻ പോയി പ്രശാന്ത് ഭൂഷൺ വക്കീലിനെ കാണുകയും പ്രശാന്ത് ഭൂഷൺ വക്കീലിനോട് ഈ ആദിവാസികൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഹാജരായി അവരോട് കാണിച്ചിരിക്കുന്ന ഈ മര്യാദകേട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം എന്നാവശ്യപ്പെടുകയും ചെയ്ത് അങ്ങനെ പ്രശാന്ത് ഭൂഷൺ ഇപ്പോൾ ആ കേസ് അപ്പിയർ ചെയ്യാൻ തയ്യാറായി വക്കാലത്ത് കൊടുത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, സാമാന്യ രീതിയിൽ നിങ്ങൾ ആലോചിക്കുക, ഈ നാട്ടിലൊരു ആദിവാസി, ഒരു പണിയൻ, അവന് പതിച്ചു കൊടുത്തൊരു ഭൂമി ഒരു ഭരണകൂടം പിടിച്ചെടുത്ത് പിന്നെ വനമാക്കി മാറ്റിക്കഴിഞ്ഞാൽ അവൻ എവിടെയാണ് നീതിക്ക് പോവുക? അവൻ്റെ മജിസ്ട്രേറ്റ് കോടതിയിൽ പോകാൻ പറ്റുമോ? അവന് ആദ്യം അത് പറ, മജിസ്ട്രേറ്റ് കോടതിയിൽ പോകാൻ പറ്റുമോ? ഈ കോളിൻ ഗോൺസാൽവസിൻ്റെ ഒരു സന്നദ്ധ സംഘടനയോ പോലെയുള്ള ഒരു സംവിധാനം HRLN ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം പ്രശാന്തിനെ പോലൊരു വക്കീലിനെ കൊണ്ട് ആ കേസ് ഫയൽ ചെയ്യിപ്പിച്ചതുകൊണ്ട് ഹൈക്കോടതിയിൽ കേസ് ചെന്നു. എന്നിട്ടും ആ കേസ് കേൾക്കാൻ ഹൈക്കോടതി അനുവദിക്കാതെ ഫോറസ്റ്റ് അത് ബ്ലോക്ക് ചെയ്തു. ആ ബ്ലോക്ക് ചെയ്ത കേസാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഇപ്പോൾ പ്രശാന്ത് ഭൂഷൺ വക്കീൽ കൊണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ വർത്തമാനകാലത്ത് ഈ നീതി നിഷേധം, ഞാനൊരു പൊതുപ്രവർത്തകനാവുന്നതിൻ്റെ അടിസ്ഥാന കാരണം തന്നെ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടുകൊണ്ടിരുന്ന നീതി നിഷേധങ്ങൾ കൊണ്ട് മാത്രമാണ്. കണ്ണിൻ്റെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നീതി നിഷേധങ്ങൾ, നിങ്ങൾ എന്തെല്ലാം പിന്നെ വലിയ വികസനത്തിൻ്റെ കഥകൾ പറഞ്ഞാലും ഇത് ഈ പറഞ്ഞ യാഥാർത്ഥ്യങ്ങളെ നിങ്ങൾക്ക് തൊട്ട് കാണിച്ചു തരാവുന്നതാണ്. തരിയോട് പഞ്ചായത്ത് എന്ന് പറഞ്ഞ കൽപ്പറ്റ അസംബ്ലി നിയോജകമണ്ഡലത്തിലാണ്. തൊട്ടപ്പുറത്ത് വലിയ പിന്നെ ബാണാസുര സാഗറിൻ്റെ ടൂറിസം ആസ്വദിക്കാനായിട്ട് കോടിക്കണക്കിന് ആളുകൾ വന്നു പോവുകയും ചെയ്യുന്നത് ഒക്കെ ഉണ്ടാവും. പക്ഷേ തരിയോട് പഞ്ചായത്തിലെ കാട്ടുമടയിലുള്ള ഈ പാവം 50 ആദിവാസികളുടെ ഉപജീവനത്തിന് കൊടുത്ത ഭൂമി അവനിൽ നിന്ന് തിരിച്ചു പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഭരണകൂടത്തെ നിങ്ങൾ എന്ത് വിളിക്കണം? ഈ കാണിക്കുന്ന അന്യായത്തോട് നിങ്ങൾക്ക് എന്താ മറുപടി പറയാനുള്ളത്? ഇത്തരം ചില സംഗതികൾ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ടതാണെന്നാണ് എൻ്റെ പക്ഷം. ഇതിനകത്തിപ്പം വേറെ കേരളത്തിലിപ്പം ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം തദ്ദേശ സ്വയംഭരണ ഇലക്ഷനാണെങ്കിലും ഈ നിയമസഭാ ഇലക്ഷനാണെങ്കിലും ഇടതുപക്ഷം പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്ന ഒരു പ്രഖ്യാപനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം ഇപ്പം അതിദരിദ്ര മുക്ത സംസ്ഥാനമാണെന്നാണ്.
ഈ അതിദരിദ്രമുക്ത സംസ്ഥാനമാകുന്ന ഈ ഒരു പ്രഖ്യാപനവും ഈ ആദിവാസികളുമായിട്ട് ബന്ധപ്പെട്ട അവർക്ക് നിയമപരമായി കിട്ടേണ്ടുന്ന സ്ഥലം കിട്ടാതാവുന്നതും അല്ലെങ്കിൽ അവർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സ്ഥലം സർക്കാർ തട്ടിപ്പറിക്കുന്നതും ഇതിനെങ്ങനെയാണ്? അതിദരിദ്ര മുക്തം എന്ന് സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ നീതി ആയോഗ് അതിൻ്റെ 2 മാനദണ്ഡം വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരു സമൂഹത്തെ അതിദരിദ്ര മുക്തമായി പ്രഖ്യാപിക്കുന്നതിനുള്ള 2 മാനദണ്ഡങ്ങൾ. ഒന്ന്, ആ സമൂഹത്തിന് കൃത്യമായൊരു വരുമാനം കിട്ടിയിരിക്കണം. ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിൻ്റെ ഒരു മാസം കൃത്യ വരുമാനം ഉണ്ടായിരിക്കണം. അതൊന്നുകിൽ തൊഴിലിൽ നിന്നാവാം, അല്ലെങ്കിൽ കൃഷിയിൽ നിന്നാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഏത് സംവിധാനത്തിലൂടെ ആയാലും ദെയർ മസ്റ്റ് ബി എ റെഗുലർ റവന്യൂ സോഴ്സ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തത്, അവർക്ക് സ്വന്തമായി ഉപജീവനത്തിനുള്ള കൃഷിഭൂമി അവരുടെ കൈവശമുണ്ടായിരിക്കണം. പണം എന്നത് മറ്റാവശ്യങ്ങൾക്കാണെങ്കിൽ ഭൂമി എന്നത് ഉപജീവനത്തിനാണ്. ഭക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുകൊണ്ട് ഭൂമി എന്നത് അടിസ്ഥാന യോഗ്യതയായി നീതി ആയോഗ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ആ 2 കാര്യങ്ങളിലും കേരളത്തിൽ ഈ ആദിവാസി വിഭാഗങ്ങൾക്ക് തൊഴിലുറപ്പിൻ്റെ ആനുകൂല്യം എന്നത് വെച്ച് നിങ്ങൾക്ക് ഒരു പക്ഷേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. തൊഴിലുറപ്പിലെ 100 ദിവസത്തെ കൂലി അവർക്ക് കിട്ടുന്നത് അവരുടെ റെഗുലർ റവന്യൂ ആയി കാണാൻ പറ്റും. അപ്പോഴും ആ 100 ദിവസത്തെ കൂലി എന്നത് 365 ദിവസത്തേക്ക് എത്തില്ലല്ലോ. 2, അവർക്ക് അർഹതപ്പെട്ട ഭൂമി കൊടുത്തതിന് ശേഷം നിങ്ങൾ ഈ അതിദരിദ്രമുക്തം പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ എനിക്കൊരു വിയോജിപ്പില്ല. കേരളത്തിലെ ആദിവാസികൾക്ക് മുഴുവൻ അർഹതപ്പെട്ട ഓരോ ഏക്കർ ഭൂമി ഓരോ ആദിവാസി കുടുംബങ്ങൾക്കും, ഭൂരഹിത ആദിവാസി കുടുംബങ്ങൾക്കും ഓരോ ഏക്കർ ഭൂമി കൊടുത്തിരുന്നു എന്ന് പറഞ്ഞതിന് ശേഷം സർക്കാർ പറയുകയാണ് കേരളം അതിദരിദ്രമുക്തമായി എന്ന് പറഞ്ഞാൽ ഞാൻ വിയോജിക്കില്ല. ഇന്ന് ഈ സമരഭൂമിയിൽ കിടക്കുന്നവർ ഓരോരുത്തരും, എനിക്കറിയാം 4 ദിവസം മുമ്പ് അവിടെ കഞ്ഞി കുടിക്കാൻ ഈ കഴിഞ്ഞ ഓണത്തിന് ഞാൻ ഈ കോഴിക്കോട്ടെ ഡോക്ടർമാരോട് ഉൾപ്പെടെ തെണ്ടി പിരിച്ചെടുത്തിട്ടാണ് അവർക്ക് ഓണത്തിന് കഴിക്കാനുള്ള ആഹാരം കൊണ്ട് കൊടുത്തിട്ടുള്ളത്. ഈ കഴിഞ്ഞ ഓണത്തിന് ഇത് നമ്മുടെ ഞാൻ ഒരു കോളനിയിലെ മാത്രമല്ല, മന്ത്രിയുടെ തിരുനെല്ലി പഞ്ചായത്തിൽ വരിക. അതിദരിദ്രമുക്തം എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്ന തിരുനെല്ലി പഞ്ചായത്തിലെ കാട്ടുനായിക്ക, ബേഡ് നായിക്ക, പിന്നെ അടിയ, പണിയ തുടങ്ങിയ സമൂഹങ്ങളൊക്കെ ദാരിദ്ര്യമുക്തമല്ല എന്നത് നമുക്ക് കാണിക്കാൻ പറ്റും. പ്രൊവൈഡഡ് ഏതെങ്കിലും സർക്കാർ ജോലി കിട്ടിയിട്ടുള്ളവരോ സർക്കാരിൻ്റെ മറ്റെന്തെങ്കിലും സംവിധാനങ്ങളുടെ പ്രൊട്ടക്ഷനുള്ളവരോ ഉണ്ടാവാം. നേരെ മറിച്ച് കുറുമ സമുദായം ഞാൻ ഈ കാറ്റഗറിയിൽ പെടുത്തുന്നില്ല. എന്തുകൊണ്ട്? മന്ത്രിയുടെ സമുദായമായ കുറിച്ച സമുദായമായാലും MLAയുടെ സമുദായമായ കുറിച്ച സമുദായമായാലും മുൻ MLAമാരുടെ സമുദായമായ കുറുമ സമുദായമായാലും അവരൊക്കെ അടിസ്ഥാനപരമായി ഭൂമി ഉണ്ടായിരുന്നവരാണ്, കൂട്ടുകുടുംബ വ്യവസ്ഥിതി ഉണ്ടായിരുന്നവരാണ്. 100 കണക്കിന് ഏക്കർ ഭൂമി ഓരോ കുടുംബത്തിനുണ്ടായിരുന്നു. ആ കുടുംബത്തിലെ ഭൂമി ഒന്നിച്ചവർ കൈകാര്യം ചെയ്തിരുന്നവരാണ്. മറ്റ് കാടിനെ മാത്രം ഉപജീവന മാർഗമാക്കി ജീവിച്ചിരുന്ന നൊമാഡിക് ട്രൈബ്സ് ആയാലും പ്രിമിറ്റീവ് ട്രൈബ്സ് ആയാലും അവർ ഭൂമിയുടെ ഉടമസ്ഥാവസ്ഥയെക്കുറിച്ച് ഒരിക്കലും ആലോചിച്ചിട്ടില്ല, അതിൻ്റെ രേഖയെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല. അവർ ഓരോ പ്രദേശവും മാറിപ്പോയി ജീവിച്ച് വനം അവരുടെ ഉപജീവന മാർഗമാക്കി എടുത്തിരുന്നവർ മാത്രമാണ്. അതുകൊണ്ടാണ് ആ വനാവകാശ നിയമം നടപ്പാക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ വനാവകാശ നിയമത്തിലൂടെ ആദിവാസികൾക്ക് വനത്തിൻ്റെ മുകളിൽ അവകാശമുണ്ടാവുകയും ആ അവകാശത്തിലൂടെ അവർക്ക് കാടിൻ്റെ ജൈവ അവസ്ഥയെ ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്ഷൻ സാധ്യമാകുകയും അതിനാവശ്യമായ അവരുടെ പരമ്പരാഗത ജ്ഞാനവ്യവസ്ഥ ഉപയോഗിക്കാൻ പറ്റുകയും ചെയ്യും. ഈ ബ്യൂറോക്രാറ്റിക് സംവിധാനങ്ങളുടെ കോമാളിത്തരങ്ങൾക്കപ്പുറത്ത് അവരുടെ പരമ്പരാഗത ജ്ഞാനവ്യവസ്ഥ ഉപയോഗിച്ചുകൊണ്ട് കാടിനെ പരിരക്ഷിക്കാൻ അവരെക്കൊണ്ട് സാധ്യമാണ്. അത് പ്രയോജനപ്പെടുത്തണമെങ്കിൽ വനാവകാശ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കമ്മ്യൂണിറ്റി റൈറ്റ് അവർക്ക് കൃത്യമായി കൊടുത്തുകൊണ്ട് വേണം അത് സാധ്യമാവാൻ. അതിന്ന് വരെ കേരളത്തിലെ ഒരു സർക്കാരും UDF ആവട്ടെ LDF ആവട്ടെ അതിന് തയ്യാറാകാതിരിക്കാൻ കാരണം ഈ തീരുമാനമെടുക്കാൻ കഴകത്തില്ലാത്ത ഈ ശശീന്ദ്രനെ പോലെയുള്ള മന്ത്രിമാരാണ്.
അതുകൊണ്ട് മാത്രമാണ്. അതല്ല ഇന്നത് ചെയ്തിരിക്കണം, ഇത് നിയമമാണ്, നിയമം നടപ്പാക്കപ്പെട്ടിരിക്കണം എന്ന് KR ഗൗരിയെ പോലെ പറയാൻ തൻ്റെ ഇടമുള്ളൊരു മന്ത്രി ഉണ്ടായാൽ അന്ന് തീരും കേരളത്തിലെ വനത്തിൻ്റെ പ്രതിസന്ധി. സ്വാഭാവികമായിട്ടും ഇപ്പം PT പറഞ്ഞു വെക്കുന്നത് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വത്തിന്, നിലവിലുള്ള അധികാരികൾക്ക് അല്ലെങ്കിൽ ഭരണകൂടത്തിന് ഈ വിഷയത്തിൽ തീരുമാനം എടുക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ വില്ലില്ല എന്നുള്ളതാണ്. ഒരു UDF തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ അങ്ങനെ ബില്ലുണ്ടാവുമെന്ന് PT പ്രതീക്ഷിക്കുന്നുണ്ടോ? UDF തിരഞ്ഞെടുപ്പെടുന്നുവെങ്കിൽ UDFിൻ്റെ നേതൃത്വത്തെ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുള്ള 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, EFL നിയമം. അത് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്തൊരു നിയമമാണ്, കേരളത്തിൽ മാത്രമുള്ളൊരു ഡ്രാക്കോണിയൻ നിയമമാണ്. പിന്നെ ED അമീൻ്റെ നാട്ടിൽ പോലും അത്രയും ജനാധിപത്യ വിരുദ്ധമായൊരു നിയമം ഉണ്ടാവില്ല. ആ നിയമം എടുത്ത് കളഞ്ഞിരിക്കും എന്ന് UDF ഞങ്ങൾക്ക് ഉറപ്പ് വന്നിട്ടുണ്ട്. കാരണം അതിൽ ഞാൻ ഒറ്റ കാര്യം, മുഹമ്മദ് ബഷീർ വേഴ്സസ് ഗവൺമെൻറ് ഓഫ് കേരള എന്ന് പറഞ്ഞൊരു കേസ് നടക്കുന്നു. ആ കേസിൽ സുപ്രീം കോടതി ഒരു ജഡ്ജ്മെൻറ്റ് പുറപ്പെടുവിക്കുന്നു. മുഹമ്മദ് ബഷീർ സുപ്രീം കോടതിയിൽ എത്തുന്നത് എപ്പോഴാണെന്ന് ഓർക്കണം. കേസ് ആരംഭിക്കുന്നത് വനം വകുപ്പിൻ്റെ ഫോറസ്റ്റ് ട്രിബ്യൂണലിലാണ്. അവിടെ തോറ്റതിന് ശേഷം ഹൈക്കോടതിയിലെത്തും. ഹൈക്കോടതിക്ക് ശേഷം ജില്ലാ കോടതിയും കഴിഞ്ഞ് ഹൈക്കോടതിയും കഴിഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ ഇയാൾ എത്തുന്നു. 34 കൊല്ലം കൊണ്ടാണ് അയാൾ സുപ്രീം കോടതിയിൽ കേസിലെത്തുന്നത്. സുപ്രീം കോടതി കേസ് മുഴുവൻ പഠിച്ചതിന് ശേഷം പറഞ്ഞു, കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് നടപടിക്രമം പാലിച്ച് നൽകിയ പട്ടയമുള്ള ഇയാളുടെ ഭൂമി വനം വകുപ്പ് ഫോറസ്റ്റാക്കി പിടിച്ചെടുത്തത് തെറ്റാണെന്ന് മാത്രമല്ല തികഞ്ഞ മര്യാദകേടാണ്, ആ കുടുംബത്തോട് കാണിച്ച തോന്നിവാസമാണെന്ന് പറഞ്ഞു കോടതി ഭയങ്കരമായിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചീത്ത പറഞ്ഞു. വിധിയും ബഷീറിന് അനുകൂലമായി കിട്ടി. ആ വിധി കിട്ടിക്കഴിഞ്ഞിട്ട് 15 ദിവസത്തിനുള്ളിൽ നമ്മൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ, കേരള നിയമസഭയിൽ ഈ വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഒരു നിയമം കൊണ്ടുവരികയാണ്. ആ നിയമത്തിൻ്റെ ഇൻട്രോയിൽ എഴുതി വച്ചിരിക്കുകയാണ്, മുഹമ്മദ് ബഷീർ വേഴ്സസ് സുപ്രീം കോടതി, മുഹമ്മദ് ബഷീർ വേഴ്സസ് ഗവൺമെൻറ് ഓഫ് കേരള കേസിൽ സുപ്രീം കോടതി ഇന്ന ഡേറ്റിൽ ഇന്ന രീതിയിലൊരു വിധി പ്രഖ്യാപിച്ചതുകൊണ്ട് ആ വിധിയെ മറികടക്കാനായി ഈ നിയമസഭയിൽ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞാണ് നിയമം കൊണ്ടുവരുന്നത്. എന്താ നിയമം എന്നറിയോ? 52 കൊല്ലത്തെ പിൻകാല പ്രാബല്യത്തോടു കൂടിയാണ് ആ നിയമം കൊണ്ടുവന്നിട്ടുള്ളത് ഈ ശശീന്ദ്രൻ. ആ നിയമത്തിൽ പറയുന്നത്, റവന്യൂ വകുപ്പ് നൽകുന്ന പട്ടയങ്ങൾ, ഭൂമിക്ക് റവന്യൂ വകുപ്പ് കൊടുക്കുന്ന അടിസ്ഥാന രേഖയായ പട്ടയങ്ങൾ, ആ പട്ടയങ്ങൾ വനം വകുപ്പിന് ബാധകമല്ല. അതാണ് നിയമം. കേരളത്തിലെ റവന്യൂ വകുപ്പ് നടപടിക്രമങ്ങൾ പാലിച്ച് കർഷകനോ കച്ചവടക്കാരനോ ആർക്കോ ആവട്ടെ ഭൂമിയുടെ അടിസ്ഥാന രേഖയായി കൊടുക്കുന്ന റവന്യൂ പട്ടയങ്ങൾ വനം വകുപ്പിന് ബാധകമല്ല എന്ന് കേരളത്തിലൊരു നിയമം പാസ്സാക്കുക മാത്രമല്ല, അത് ഗവർണറത്തേക്ക് അയക്കുകയും ഗവർണർ ഒപ്പിട്ട് അതിന്ന് കേരളത്തിൽ നിയമമാണ് എന്ന് പറഞ്ഞാൽ, 50 കൊല്ലം മുമ്പ് നിയമവിരുദ്ധമായി നിങ്ങൾ പിടിച്ചെടുത്ത ഭൂമി, പട്ടയമുണ്ടായിട്ടും പിടിച്ചെടുത്ത ഭൂമി വനം വകുപ്പിൻ്റെ കയ്യിൽ നിർത്താനുള്ള നിയമമാണ് പാസ്സാക്കിയത് എന്ന് മാത്രവുമല്ല, ഈ പട്ടയങ്ങൾ വനം വകുപ്പിന് ബാധകമല്ല എന്ന് പറയുന്നതോടുകൂടി ആരുടെ ഭൂമി വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വനം വകുപ്പിന് വനമാക്കാനുള്ള സ്വാതന്ത്ര്യവും കൂടിയാണ് ആ നിയമത്തിലൂടെ കിട്ടുന്നത്. അത്രയും ജനാധിപത്യ വിരുദ്ധമായ നിയമം പാസ്സാക്കിയ ഈ 2023 കേരളത്തിൽ പാസ്സാക്കിയ നിയമമാണ് ഞാനീ പറയുന്നത്. ഏതെങ്കിലും പൊതുസമൂഹം, ഏതെങ്കിലും മീഡിയ ഈ സാധനം ചർച്ച ചെയ്യുന്നുണ്ടോ? ഞാൻ കാഷ്വലി വന്നപ്പോൾ ഈ വിഷയം എൻ്റെ ശ്രദ്ധയിൽ വന്നുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രമേ ഉള്ളൂ. ഒരാൾക്കും അറിയില്ല, ഒരു പ്രതിപക്ഷവും ചർച്ച ചെയ്യുന്നില്ല. ഈവൻ VD സതീശൻ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇത് ഒരു വലിയ വിഷയമായിട്ട് ചർച്ച ചെയ്തിട്ടില്ല. സുപ്രീം കോടതി പറഞ്ഞു, ഭൂമിയെ സംബന്ധിച്ച് ആ ഭൂമിയുടെ ഏറ്റവും അടിസ്ഥാന രേഖ എന്ന് പറയുന്നത് സർക്കാർ നൽകുന്ന നടപടിക്രമം പാലിച്ച് നൽകുന്ന റവന്യൂ പട്ടയമാണ്. എന്താ കാരണം വെച്ചാൽ ഒരു ലാൻഡ് ട്രിബ്യൂണലാണ്. ആ ട്രിബ്യൂണൽ നിയമപരമായി പ്രൊസീഡിങ്സ് തയ്യാറാക്കി ആ പ്രൊസീഡിങ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് പട്ടയം ചെയ്യുന്നത്. വെറുതെ ഒരു ആൾ ഒപ്പിട്ട് കൊടുക്കുന്നൊരു കടലാസല്ല.
അങ്ങനെയുള്ള പട്ടയം ഉള്ള ഭൂമി വനമാക്കി മാറ്റിയതിനെതിരായി സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞപ്പോൾ ആ വിധിയെ മറികടക്കാൻ വേണ്ടി ഇത്ര ജനവിരുദ്ധമായൊരു നിയമം പാസ്സാക്കാൻ ഈ ശശീന്ദ്രനും ഈ സർക്കാരിനും അല്ലാതെ വേറെ ആർക്കും പറ്റുമോ? എൻ്റെ ചോദ്യം. വേറെ ആരെങ്കിലുമാണ് അങ്ങനെ ഒരു നിയമം പാസ്സാക്കിയെങ്കിൽ കേരളത്തിൽ എന്തായിരിക്കും സമരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുക? ഇതിൽ സ്വാഭാവികമായിട്ടും വരുന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ സർക്കാർ വനഭൂമി അവർക്ക് വേണ്ടി ഇതാക്കുന്നു. ഇപ്പോൾ നിയമം ഉണ്ടാക്കിയിട്ട് വീണ്ടും പട്ടയമുള്ള സ്ഥലങ്ങൾ സർക്കാർ തന്നെ തിരിച്ചു പിടിക്കുന്നു. പിന്നെ സർക്കാരിൻ്റെ കയ്യിലുള്ള ആദിവാസികൾക്ക് കൊടുക്കേണ്ടുന്ന ഭൂമി കൊടുക്കാൻ സർക്കാരുകളും തയ്യാറാവുന്നില്ല. ഇതിലിപ്പം സ്വാഭാവികമായിട്ടും ഏതൊരു വിഷയമാണെങ്കിലും അതിനകത്തൊരു ബെനഫിറ്റ് ഫാക്ടർ ഉണ്ടല്ലോ. ഇങ്ങനെ ചെയ്യാതിരിക്കുന്നതിൻ്റെ ബെനഫിറ്റ് എന്താണ്? സ്വാഭാവികമായിട്ടും എല്ലാവരും ആലോചിക്കുന്നൊരു വിഷയമായിട്ടില്ല. അതിൽ ഇപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ 1971 മെയ് 5 ഒരു നിയമം കേരളത്തിൽ നടപ്പാക്കപ്പെടുന്നു. കേരള വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെൻറ്റ് ഓഫ് പ്രൈവറ്റ് ഫോറസ്റ്റ്, കേരള പ്രൈവറ്റ് ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെൻറ്റ് ആക്ട് 71 നടപ്പാക്കപ്പെടുകയാണ്. ഇന്നത്തെ ഈ രാത്രി വെളുത്ത് നാളെ നേരം വെളുത്തപ്പോഴത്തേക്ക് 1,10,000 ഹെക്ടർ ഭൂമി സ്വകാര്യ വനം സർക്കാർ ഫോറസ്റ്റാക്കി മാറ്റപ്പെട്ടതാണ് ആ നിയമം. വെസ്റ്റ് ചെയ്യപ്പെടുകയാണ്, നിക്ഷിപ്തമാക്കപ്പെടുക. പിടിച്ചെടുക്കലൊന്നുമില്ല, നഷ്ടപരിഹാരമില്ല. എന്തിനാണ് വെസ്റ്റ് ചെയ്യപ്പെടുന്നത്? നിയമത്തിൽ പറയുന്നുണ്ട്. ഇത് നഷ്ടപരിഹാരം കൊടുക്കാതിരിക്കാനുള്ള ന്യായം പറയുന്നത്, ഇത് വെസ്റ്റ് ചെയ്യപ്പെടുന്നത് കേരളത്തിലെ ഭൂരഹിത ആദിവാസികൾക്കും ഭൂരഹിത കർഷക തൊഴിലാളികൾക്കും പതിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭൂമി നിക്ഷിപ്തമാക്കപ്പെടുന്നതെന്ന് പറയുന്നുണ്ട് വനം. പക്ഷേ 1971 ആ നിയമം പാസ്സാക്കപ്പെട്ടിട്ട് ഇന്ന് എത്ര കൊല്ലമായിപ്പോൾ? 56 കൊല്ലമായില്ലേ? ഈ 55 കൊല്ലത്തിനിടയിൽ ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ എത്ര ആദിവാസികൾക്കും എത്ര ഭൂരഹിത ദളിതർക്കും ഭൂമി കൊടുത്തിട്ടുള്ളതിൻ്റെ ഒരു വിശദാംശം മുന്നോട്ട് വെക്കാൻ ഞാൻ ചാലഞ്ച് ചെയ്യാണ് കേരളത്തിലെ സർക്കാരുകളെ. അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, അവർ ചെയ്ത ക്രൂരത എന്താ വെച്ചാൽ, പ്രൈവറ്റ് മുതലാളിമാരുടെ കയ്യിൽ ബ്രഹ്മസ്വങ്ങളുടെയോ ദേവസ്വങ്ങളുടെയോ പ്രൈവറ്റ് സ്വകാര്യ ജന്മിമാരുടെയോ ഒക്കെ കൈകളിൽ, ഈ നിലമ്പൂർ കോവിലകത്തിൻ്റെയോ ഒക്കെ കയ്യിലുണ്ടായിരുന്ന ഭൂമി, ഈ ഫോറസ്റ്റ് എല്ലാം സർക്കാരിൻ്റെ കയ്യിൽ വന്നതോടുകൂടി സർക്കാർ ചെയ്തതെന്ന് വെച്ചാൽ കുറേ കോർപ്പറേഷൻസ് ഉണ്ടാക്കുകയത്. പ്ലാന്റേഷൻ കോർപ്പറേഷൻ, റിഹാബിലിറ്റേഷൻ കോർപ്പറേഷൻ, പിന്നെ ഓയിൽ പാം കോർപ്പറേഷൻ, പിന്നെ കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ KFDC, ഇങ്ങനെ ഒരു 5-6 കോർപ്പറേഷനുകൾ ഉണ്ടാക്കി നിത്യഹരിത വനങ്ങൾ മുഴുവൻ വെട്ടി വെളുപ്പിച്ചു. കാരണം അത് വെട്ടി വെളുപ്പിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പ്ലാന്റേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എവർഗ്രീൻ ഫോറസ്റ്റും മഴക്കാടുകളും മുഴുവൻ വെട്ടി വെളുപ്പിച്ച് തകർത്തത് മറ്റാരുമല്ല, വനം വകുപ്പാണ്. അവർ ഈ ഫോറസ്റ്റൊക്കെ വെട്ടി വെളുപ്പിച്ചിട്ട് അവർ പ്ലാന്റേഷൻസ് ഉണ്ടാക്കി. പ്ലാന്റേഷൻസ് ഉണ്ടാക്കാനല്ല, ഫോറസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് ഫോഴ്സിനെ ഉണ്ടാക്കിയത്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ഫോഴ്സിനെ ഉണ്ടാക്കിയത്. പക്ഷേ അവർ ചെയ്തത് വനം നശിപ്പിക്കുകയും വന്യജീവികളുടെ ജീവിത സാഹചര്യങ്ങൾ നിഷേധിച്ച് എക്കോസിസ്റ്റം തകർക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് മാത്രമാണ് അവർ ചെയ്തത്. അങ്ങനെ ഓരോ വർഷവും അവർ വെച്ചുപിടിപ്പിച്ച യൂക്കാലിപ്റ്റസ്, അക്കേഷ്യ, അൽബീസിയ, കോങ്കോ ഗ്രാസ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം വിദേശത്തു നിന്ന് കൊണ്ടുവന്ന പലതരം സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് കേരളം മുഴുവൻ വെച്ച് നിറച്ചു. അതിൻ്റെ ഏറ്റവും അവസാനത്തതാണ് മഞ്ഞക്കൊന്ന എന്ന് പറഞ്ഞ് നമ്മൾ ഇന്നിപ്പോൾ കാട്ടിൽ ഒരു രക്ഷയില്ലാതെ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന സാധനം, ഈ സെന്ന എന്ന് പറഞ്ഞ സാധനം. ഇതെല്ലാം എന്ന് ഞാൻ പറഞ്ഞതിനർത്ഥം, വനം വകുപ്പ് എന്ന് പറയുന്നത് വനത്തിന് നാശമല്ലാതെ വേറൊന്നും ഉണ്ടാക്കിയിട്ടില്ല. വനത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വിസ്തൃതി വർദ്ധിപ്പിക്കാൻ ഇത്തരത്തിലുള്ള ജനാധിപത്യവിരുദ്ധമായ നിയമങ്ങൾ നടപ്പാക്കി ഈ പറഞ്ഞ നിയമത്തിലൂടെയൊക്കെയാണ് വനവിസ്തൃതി വർദ്ധിപ്പിച്ചിട്ടുള്ളത്. വനവിസ്തൃതി വർദ്ധിപ്പിക്കാൻ ഇതൊന്നും ആവശ്യമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു ദിവസം കൊണ്ട് കേരളത്തിലെ സ്വകാര്യ വനങ്ങൾ മുഴുവൻ സർക്കാർ വനമാക്കി മാറ്റാവുന്ന നിയമം കേരളത്തിൽ പാസ്സാക്കിയെങ്കിൽ ഒറ്റ തീരുമാനം കൊണ്ട്
കേരളത്തിലെ മുഴുവൻ സ്വകാര്യ തോട്ടങ്ങളുടെയും പാട്ടഭൂമികൾ സർക്കാരിൻ്റെ ഉടമസ്ഥതയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ഓരോ തോട്ടങ്ങൾക്കും 30% ഫയർവുഡ് സ്റ്റോക്കാണ്. 1000 ഏക്കർ എസ്റ്റേറ്റ് ഉണ്ടെങ്കിൽ 1000 ഏക്കർ എസ്റ്റേറ്റിൻ്റെ 300 ഏക്കർ ഫയർവുഡ് സ്റ്റോക്കാണ്. അത് പണ്ടേ ബ്രിട്ടീഷ് കാലത്തേ ഉള്ളതാണ്. ഫാക്ടറികൾ റൺ ചെയ്യണമെങ്കിൽ ഫയർവുഡ് വേണം. അതുകൊണ്ട് ഫയർവുഡിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ഏരിയ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ ഓരോ തോട്ടങ്ങൾക്കുള്ളതാണ്. അതൊന്നും സർവേയിലൊന്നും കാണുന്നതല്ല. അപ്പോൾ മനസ്സുണ്ടെങ്കിൽ കേരളത്തിൻ്റെ ഫോറസ്റ്റ് കവർ 30% ഒരു ബുദ്ധിമുട്ടുമില്ല. അതിന് ആദിവാസിക്ക് ഭൂമി കൊടുക്കുന്നത് ഒരു വിഷയമല്ല. ആദിവാസിക്ക് ഭൂമി കൊടുക്കുന്നതിൽ ആദിവാസി നിങ്ങളോട് പട്ടയം ചോദിക്കുന്നില്ല. ആദിവാസി ചോദിക്കുന്നത് കാട്ടിനകത്ത് കൃഷി ചെയ്ത് വേട്ടയാടിയും അവന് ജീവിക്കാനുള്ള അവൻ്റെ പരമ്പരാഗതമായ സ്വാതന്ത്ര്യം കൊടുക്കുക എന്നുള്ളതാണ്. ആ സ്വാതന്ത്ര്യം അവന് കിട്ടിയിട്ടുള്ളൊരു നിയമമാണ്. ആ നിയമം നടപ്പാക്കാൻ സന്നദ്ധത കാണിക്കുന്ന ഒരു മനസ്സുണ്ടായാൽ മതി. വനാവകാശ നിയമത്തിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിൽ വനം വകുപ്പും ഈ ആദിവാസി ക്ഷേമ വകുപ്പും ഒരു സന്മനസ് കാണിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ വനത്തിൻ്റെ ഇക്കോസിസ്റ്റം മെച്ചപ്പെടും. വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്ന് കേരളം രക്ഷപ്പെടും. കാട്ടിനകത്ത് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ഈ വിദേശ സ്പീഷീസ് മുഴുവൻ നശിപ്പിച്ച് കാടിനെ പഴയ രീതിയിലുള്ള ഒരു പ്രകൃതി ദത്ത ഫോറസ്റ്റാക്കി മാറ്റാൻ സാധിക്കും. നാച്ചുറൽ ഫോറസ്റ്റാക്കി മാറ്റാൻ സാധിക്കും. കേരളത്തിൻ്റെ ബയോഡൈവേഴ്സിറ്റി പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഇത് മുഴുവൻ തകർത്തിട്ടുള്ളത് ഇവനാണെന്ന് അവർ അഡ്മിറ്റ് ചെയ്യണം. ഓരോ വർഷവും എന്തെല്ലാം സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ലോകത്തിൻ്റെ ഓരോ രാജ്യത്തു നിന്നും കൊണ്ടുവന്നു, കേരളത്തിലെ ഏതൊക്കെ കാടുകളിൽ വെച്ചു, അതിൻ്റെ ഡാറ്റ അവരുടെ കയ്യിലുണ്ട്. അതിനുവേണ്ടി ചെലവഴിച്ച പണത്തിൻ്റെ കണക്ക് അവരെടുത്തുണ്ട്. CK കരുണാകരൻ എന്ന് പറയുന്ന ഒരു ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ഇറക്കിയ ഒരു പുസ്തകമുണ്ട്, നമ്മുടെ വനങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അയാൾ CCF ഓഫ് കേരള ഫോറസ്റ്റ് ആയിരുന്നു. പ്രകൃതി സ്നേഹിയായ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ പുസ്തകത്തിനകത്ത് ഓരോ വർഷവും കേരളത്തിൻ്റെ സ്വാഭാവിക വനങ്ങൾ നശിപ്പിക്കാനായിട്ട് ഈ തരത്തിലുള്ള സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ട് കേരളത്തിൻ്റെ ഇക്കോസിസ്റ്റം തകർത്തതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡാറ്റ കൊടുത്തിട്ടുണ്ട്. ഞാനിത് ഒരു വിരോധം വെച്ച് പറയുന്നൊരു സാധനമല്ല. വനം വകുപ്പിൻ്റെ രേഖകളിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് വനത്തെ വനമായി കണ്ടുകൊണ്ട് ആ കാടിൻ്റെ പരിരക്ഷ ഉറപ്പുവരുത്തേണ്ടവർക്ക് അതിനുള്ള ബോധമില്ലാതാകുന്നതിന് നമുക്ക് നിവൃത്തിയൊന്നുമില്ല. ഇന്നിപ്പോൾ കുറേ IFS ഉദ്യോഗസ്ഥന്മാർക്ക് ജീവിക്ക് പോകാനുള്ളൊരു മാർഗം എന്നുള്ളതിനപ്പുറത്ത് കാടിൻ്റെ ഇക്കോസിസ്റ്റം സംരക്ഷിക്കാൻ വേണ്ട ജോലിയല്ല. കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് പരിസ്ഥിതി സംരക്ഷിച്ചേ പറ്റൂ, കാട് സംരക്ഷിച്ചേ പറ്റൂ. സമയത്തിന് മഴ കിട്ടാതിരിക്കുകയോ സമയത്തിന് കാലാവസ്ഥ തകരാറുണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ അവന് വരുമാനം ഉണ്ടാവില്ല, അവന് വിളവുണ്ടാവില്ല, അവൻ്റെ ജീവിതം തകരാറാകും. അതുകൊണ്ട് മറ്റാരേക്കാൾ കൂടുതൽ പരിസ്ഥിതി സംരക്ഷണത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആദിവാസികളാണ്, കർഷകരാണ്. അവരെ മനസ്സിലാക്കാതെ ഇവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഈ പലതരം വികസന പ്രവർത്തനങ്ങളാണ് കാടിൻ്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥ തകർത്തിട്ടുള്ളത് എന്നാണ് എൻ്റെ പക്ഷം. ഇതിനകത്ത് ഇപ്പം PT ഇത്രയും നേരം പരാമർശിച്ചത് കാടിൻ്റെ ഇക്കോസിസ്റ്റത്തെ തകർക്കുന്ന ഒരു മനുഷ്യൻ്റെ ഒരു അല്ലെങ്കിൽ സർക്കാരുകളുടെയും വ്യക്തികളുടെയും ഒരു രീതിയും, രണ്ടാമത്തത് എങ്ങനെ കാടിനെ തിരിച്ചു പിടിക്കണം എന്നുള്ള രീതിയാണ് PT പറഞ്ഞത്. ഈ അടുത്ത് താങ്കൾ എഴുതിയൊരു ആർട്ടിക്കിളിനകത്ത് സർക്കാരിൻ്റെ ഈ വയനാട് തുരങ്കപാതയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉപേക്ഷിക്കണമെന്നും അത് പ്രകൃതി വിരുദ്ധമാണ് എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണത് ഉപേക്ഷിക്കേണ്ടത്? കാരണം കഴിഞ്ഞ ഗവൺമെൻറ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന ശ്രമമായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് കൊണ്ടുവരുന്നൊരു സംഗതിയാണ് തുരങ്കപാത എന്നുള്ളത്. എന്തുകൊണ്ടാണ് അത് ഉപേക്ഷിക്കണം, അത് പ്രകൃതി വിരുദ്ധമാണെന്ന് പറയുന്നത്? എനിക്ക് 2018 വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഞങ്ങളുടെ നാട്ടിലെ സ്കൂൾ കുറിച്ചിർമല LP സ്കൂൾ UP സ്കൂൾ കംപ്ലീറ്റായിട്ട് ഒലിച്ചു പോയതാണ്. എൻ്റെ നാട്ടിലെ, ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ, ഞാൻ ഓടിക്കളിച്ചിരുന്ന നാട്ടിൽ ഒരു 10-200 ഏക്കർ സ്ഥലം ആ ഉരുൾപൊട്ടലിൽ ഒലിച്ചു പോയതാണ്. കാഷ്വാലിറ്റി ഉണ്ടായില്ല. എന്തോ ഭാഗ്യവശാൽ മനുഷ്യവാസം ഉള്ള സ്ഥലത്തൂടെയല്ല അന്ന് ഉരുൾപൊട്ടി പോയെന്നുള്ളതുകൊണ്ട് കാഷ്വാലിറ്റി ഉണ്ടായില്ല. ഞാൻ ആദ്യമായി ഈ മുണ്ടക്കൈയിൽ എത്തിപ്പെടുന്നത് ആദ്യത്തെ മുണ്ടക്കൈ ഉരുൾപൊട്ടലിലാണ്. K. ജയേന്ദ്രൻ്റെ പന്നി കേസുണ്ടായ കാലം, മാതൃഭൂമിയുടെ. എനിക്ക് ആ വർഷം കൃത്യമായിട്ട് ഓർമ്മയില്ല.
അതാണ് ഉരുൾപൊട്ടൽ. 10-16 ആളുകൾ അന്ന് മണ്ണിനടിയിൽ ആയിപ്പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീട് 2 തവണയും കൂടി ഉരുൾപൊട്ടലുണ്ടായ സ്ഥലമാണ് മുണ്ടകൈ. അട്ടമലയിലുണ്ടായി, പുത്തുമലയിലുണ്ടായി, ഇങ്ങനെയൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം തുടരെയായി ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ടെറൈനിൽ, ആ റീജിയനിൽ ഒരു വലിയ പ്രോജക്റ്റിലേക്ക് പോകുന്നതിൽ ഞാൻ തെറ്റൊന്നും പറയുന്നില്ല. പക്ഷേ അതിനാവശ്യമായ പഠനം, അതിൻ്റെ പൂർണ്ണമായ വരുംവരായികളെക്കുറിച്ചുള്ള ഒരു ബോധ്യം അത് പൊതുസമൂഹത്തിന് കൊടുക്കേണ്ടതുണ്ട്. ഇന്നിപ്പോൾ കഴിഞ്ഞ ഉരുൾപൊട്ടലിൽ തന്നെ മരിച്ചുപോയവരെക്കുറിച്ച് മുഴുവനായിട്ടൊരു ധാരണയില്ല, മിസ് ചെയ്തവരെക്കുറിച്ചും മുഴുവനായിട്ട് ധാരണയില്ല, ആദിവാസികളെക്കുറിച്ചൊരു ധാരണയില്ല. ഒക്കെ അറിഞ്ഞും അറിയാതെയുമായിട്ട് ഒരുപാട് ആളുകൾ പോയിട്ടുണ്ടാവാം. ഏത് സാഹചര്യത്തിലും ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശമാണത് എന്ന് പ്രകൃതി ശാസ്ത്രജ്ഞന്മാരായ രാജേന്ദ്രൻ്റെ റിപ്പോർട്ടുണ്ട്. നമ്മളെ നാഷണൽ സെൻറ്റർ ഫോർ എർത്ത് സയൻസ് സ്റ്റഡീസിലെ ജോൺ, ആ ഉരുൾപൊട്ടൽ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ജോൺ, ബാക്കി പേരെയും മറന്നു, ഇവരുടെയൊക്കെ റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ രണ്ടാമത്തത് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് ഓഫ് മൗണ്ടൻ അതിൻ്റെ മുകളിലാണ്. ഏറ്റവും ഹയസ്റ്റ് പീക്ക് ഈ ചെമ്പ്ര പീക്കിൻ്റെയും മുകളിലാണ്. മലപ്പുറം ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും കൂടി ബോർഡറിൽ ഇങ്ങനെ നിൽക്കുന്നൊരു മലയാണ്. അപ്പോൾ ഏത് തരത്തിലുള്ള വൈബ്രേഷൻസും വളരെ സെൻസിറ്റീവായിട്ടുള്ള ആ മലയ്ക്ക് ഒരു പ്രതിസന്ധി വരുന്ന ഘട്ടത്തിൽ താങ്ങാൻ പറ്റാതെ വരും. ഇത് നാളെയോ മറ്റന്നാളോ ഒക്കെ സംഭവിക്കുകയാണ്. നമ്മൾ ജ്യോതിമട്ട് നമ്മുടെ മുമ്പിൽ കണ്ടിട്ടുണ്ട്, പല സംഭവങ്ങളും നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട്. അപ്പോൾ കേവലം ടൂറിസത്തിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രം നിന്നുകൊണ്ട് ഇതിനെ കാണുന്നതിൻ്റെ പ്രതിസന്ധി, ഞാൻ ഈ ടൂറിസത്തിൻ്റെ വ്യൂ പോയിൻ്റിൽ കാണുന്നതുകൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ വനം മുഴുവൻ തകർന്നു പോയതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങളതിന് എക്കോ ടൂറിസം എന്നൊരു ഭംഗിവാക്ക് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ചെയ്യുന്നത് എക്കോ ടൂറിസത്തിൻ്റെ പേരിൽ നടക്കുന്നത് മുഴുവൻ വനത്തിൻ്റെ ബയോഡൈവേഴ്സിറ്റി തകർക്കപ്പെടലാണ്. അത് തന്നെയാണ് ഇത്. മോണോകൾച്ചർ പ്ലാന്റേഷൻസ് ഉണ്ടായി വന്നൊരു പ്രദേശമാണ് ഈ പ്രദേശം മുഴുവൻ. നിങ്ങൾക്ക് ആ മുണ്ടക്കൈ ചുറ്റും ഹാരിസൺ മലയാളത്തിൻ്റെ തോട്ടങ്ങളാണെങ്കിലും മറ്റു തോട്ടങ്ങളാണെങ്കിലും എല്ലാം മോണോകൾച്ചർ പ്ലാന്റേഷൻസാണ്. ആകെയുള്ള കുറച്ച് ഫോറസ്റ്റാണ് ബാക്കിയുള്ളത്. ആ ഫോറസ്റ്റ് പോലും 70-കൾക്ക് മുമ്പ് വലിയ മരങ്ങൾ മുഴുവൻ വെട്ടിപ്പോയതാണ്. ആ വലിയ മരങ്ങൾ വെട്ടിപ്പോയതിൻ്റെ അടിവേരുകൾ ഇങ്ങനെ വലിയ മാളങ്ങൾ പോലെ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ആ മാളങ്ങൾക്കകത്തേക്ക് വലിയ മഴ കുതിച്ച് പെയ്യുമ്പോൾ, ഈ വലിയ തോതിൽ മഴ പെയ്യുമ്പോൾ ആ മഴവെള്ളം ആ വേരിൻ്റെ കുറ്റിക്കകത്തേക്ക് ഇറങ്ങി താഴേക്ക് ചെന്ന് മണ്ണെടുത്ത് മണ്ണ് പുറത്തേക്ക് തള്ളുന്നതും പാറ പുറത്തേക്ക് വരുന്നതുമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് 50-കൾക്ക് മുമ്പ് അല്ലെങ്കിൽ 70-കൾക്ക് മുമ്പ് മുറിച്ച മരങ്ങളുടെ മരക്കുറ്റികൾ ദ്രവിച്ച് നിൽക്കുന്നതിലൂടെ ഇറങ്ങുന്ന വെള്ളത്തിലൂടെയാണ് ഈ പ്രതിസന്ധി സംഭവിക്കുന്നത് എന്നുള്ളത് ഹ്യൂമിൻ്റെ കൃത്യം റിപ്പോർട്ട് കയ്യിലുണ്ട്, സർക്കാരിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ വേറൊന്നുമല്ല ഇതിന് കാരണം. ഹ്യൂം കണ്ടെത്തിയത് മുഴുവൻ ഏതൊക്കെ മരക്കുറ്റികൾ എവിടെയൊക്കെ എന്നത് അവർ കൃത്യമായി കണ്ടെത്തി റിക്കോർഡ് ചെയ്ത് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ 50-70 കൊല്ലങ്ങൾക്ക് മുമ്പ് മുറിക്കപ്പെട്ട മരങ്ങളുടെ കുറ്റികൾ ഇനിയും ബാക്കി നിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ, ഇനിയും വലിയ ഒരു മഴ പെയ്യുമ്പോൾ ആ മഴ ഈ വേരുകൾക്കിടയിലേക്ക് ഇറങ്ങിയാൽ വീണ്ടും അത് തള്ളപ്പെടുകയും വീണ്ടും ഒരു ഉരുൾപൊട്ടലിന് സാധ്യത ആർക്കും നിഷേധിക്കാൻ പറ്റില്ല എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. അപ്പം നിങ്ങൾക്ക് ഫുൾ പ്രൂഫായിട്ട് ഒരു പ്രോബ്ലവും ഉണ്ടാവില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് മാത്രമല്ലാതെ ഇത്രയും വലിയൊരു കൂറ്റൻ പദ്ധതിയിലേക്ക് നിങ്ങൾ പോകുന്നതിൽ എന്താ ലോജിക്ക്? ഇതൊരു കേവലം ഇലക്ഷൻ വോട്ട് പിടിക്കാനോ
അല്ലെങ്കിൽ നിങ്ങൾ വികസന ചാമ്പ്യന്മാരാണെന്ന് കാണിക്കാനോ ഒക്കെയുള്ള ഒരു സംഗതിയായിട്ട് കാണാൻ പറ്റുമോ? അതങ്ങനെയല്ലല്ലോ കാണേണ്ടത്. അപ്പം അതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ ഞാനതിനോട് മറ്റ് പിന്നെ അങ്ങനൊരു റോഡുണ്ടാവുകയും ആ റോഡിലൂടെ യാത്രയുടെ സുഖം ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്നത് മനോഹരമായൊരു സംഭവം തന്നെയാണ്. പക്ഷേ അതുണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്തുകൾ ഏതൊക്കെ തരത്തിൽ സംഭവിക്കും, മനുഷ്യ സമൂഹത്തിനും പ്രകൃതിക്കും സംഭവിക്കാൻ പോകുന്ന ദുരന്തങ്ങൾ എന്തെന്നുള്ളതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനമില്ലാതെ കേവലം പബ്ലിസിറ്റിക്ക് വേണ്ടിയും ആ പബ്ലിസിറ്റിയിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വോട്ടിന് വേണ്ടിയുള്ള ഒരു ഓളത്തിനോ വേണ്ടിയും ഒക്കെ നടക്കുന്ന സംഗതികൾ ഒരിക്കലും അതിനോട് യോജിക്കാൻ പറ്റില്ല എന്ന് മാത്രമേ എനിക്ക് പറയാം. സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ കേരളത്തിലെ പ്രകൃതിയാണെങ്കിലും വനമാണെങ്കിലും ആദിവാസികളുടെ അവകാശമാണെങ്കിലും അല്ലെങ്കിൽ ഏത് കമ്മ്യൂണിറ്റിയുടെ അവകാശമാണെങ്കിലും എപ്പോഴും ചാമ്പ്യൻസായിട്ട് വരുന്ന ഒരു ഗ്രൂപ്പാണ് ലെഫ്റ്റ് എന്ന് പറയുന്നത്, ഇടതുപക്ഷം. സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസം, മാർക്സിസം, ഐഡിയോളജി എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് ഓക്കെ ദേ വിൽ ഫൈറ്റ് ഫോർ ദ മാർജിനലൈസ്ഡ് എന്നുള്ള സാധനം. PT തന്നെ ഇപ്പോൾ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എസ്റ്റാബ്ലിഷ് ചെയ്തൊരു ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബ്രാഹ്മണിക് ഹെജമണി ഇവിടുത്തെ ബ്യൂറോക്രസിയിലും ഗവൺമെൻറ്റിലും ഉള്ളത് കൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്നതെന്നാണ്. എന്തുകൊണ്ടാണ് ഒരു ഇടതുപക്ഷത്തിന് ഇതിൻ്റെ ഈ ഒരു പച്ചയായ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കിയിട്ട് നേരത്തെ പറഞ്ഞ രൂപത്തിൽ യഥാർത്ഥ റൈറ്റ്സ് ഡെലിവർ ചെയ്യാൻ അവർക്ക് പറ്റാതായി പോകുന്നത്? അത് എനിക്ക് അത്ഭുതമാണ്. കാരണം അറിയാത്തത് കൊണ്ടല്ല, സമരം നടന്നുകൊണ്ടിരിക്കില്ലേ. ഇപ്പം ഇരുളം മരിയനാട് ഭൂസമരം എന്ന് പറഞ്ഞാൽ 4.5 കൊല്ലമായി അവർക്ക് അവകാശപ്പെട്ട ഭൂമിയിൽ അവർ കയറി കുടിൽ കെട്ടി അവരവിടെ താമസിക്കുന്നു. ഞങ്ങളിതാ 307 കുടുംബങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഈ സുപ്രീം കോടതി അനുവദിച്ചു തന്നിരിക്കുന്ന ഈ ഭൂമി വീതിച്ച് അതിൻ്റെ കടലാസതാ അവർക്ക് ഭൂമി ഞങ്ങൾ എടുത്തിരിക്കുന്നു, ഞങ്ങൾ ഭൂരഹിതരാണ്, ഞങ്ങൾക്ക് ഭൂമി ഉണ്ടെങ്കിൽ ഞങ്ങളെ പിടിച്ച് പുറത്തായിക്കോ, ഇതാണ് അവരുടെ വർത്തമാനം. ഞങ്ങൾക്ക് ഭൂമിയില്ല. അപ്പോൾ അവർക്ക് അവകാശപ്പെട്ടൊരു ഭൂമിയിൽ അവർ കയറിയിരിക്കുന്നു. ആ കയറിയ ഭൂമി അവർക്ക് അവകാശപ്പെട്ടതാണെന്ന് സർക്കാരിന് ബോധ്യമുള്ളതുകൊണ്ട് അവരുടെ പേരിൽ കേസെടുക്കുന്നില്ല. അവരോട് പറയുന്നു ഭൂമി തരാം, ഭൂമി തരാം, ഭൂമി തരാം, തരാതിരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക എന്നല്ല. അതേ 4.5 കൊല്ലമായി അവൻ ഭൂമി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രതിസന്ധി. നിലമ്പൂരിൻ്റെ വിഷയം, ഗ്രോവാസുമായിട്ട് ഉൾപ്പെടെയുള്ള ആൾ ആ മലപ്പുറം കളക്ടറേറ്റിന് മുമ്പിൽ പന്തലും കെട്ടി കുറേ കാലം സമരം ചെയ്തു. ഇതേപോലെ സുപ്രീം കോടതി അനുവദിച്ച ഭൂമിയിൽപ്പെട്ടതാണ് നിലമ്പൂരിലെ ഈ ഭൂമി. സർവേ നമ്പർ പറഞ്ഞിരിക്കുന്നു, ലൊക്കേഷൻ പറഞ്ഞിരിക്കുന്നു. ദാറ്റ് ഭൂമി ഈസ് ഇയർ മാർക്ക്ഡ് ഫോർ ലാൻഡ്ലെസ് ട്രൈബ്സ്. അതങ്ങോട്ട് കൊടുത്താൽ പോരെ? എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? അതാ ചോദ്യം. ശ്രീദേവൻ കൊയ്യോൻ്റെ നേതൃത്വത്തിൽ കൊല്ലത്ത് നടക്കുന്ന സമരം എത്ര കാലമായി അവർ സമരം ചെയ്യുന്നു? അപ്പോൾ ഈ സമരങ്ങളില്ലാത്തത് കൊണ്ടല്ല, സമരം നടക്കുന്നു, ആവശ്യങ്ങൾ ബോധ്യമില്ലാത്തത് കൊണ്ടല്ല. ഇതൊക്കെ ബോധ്യമുണ്ടായിട്ടും എന്തുകൊണ്ടൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നു എന്നുള്ളത് വലിയൊരു അത്ഭുതമല്ലേ? ഈ അടിസ്ഥാന വർഗത്തിന് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുന്നവരത് ചെയ്യാണ്ടിരിക്കുന്നു എന്ന് പറയുമ്പം അതും ഞാൻ പറഞ്ഞത്, എൻ്റെ ജില്ലയിൽ നിന്ന് ഒരു ആദിവാസി ഈ വകുപ്പിൻ്റെ മന്ത്രിയായി, കോഴിക്കോട്ടുകാരനായ ഒരാളാണ് വനംവകുപ്പിൻ്റെ മന്ത്രി. ഇതൊക്കെ ഉണ്ടായിട്ടും അവർക്ക് ഈ കാര്യം നടപ്പാക്കി കൊടുക്കാതിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ന്യായം അവർ പറയട്ടെ. ഇനി മുഖ്യമന്ത്രി പറയട്ടെ, അല്ലെങ്കിൽ മന്ത്രിമാർ പറയട്ടെ, ഇന്ന കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയില്ല. നിയമമില്ലാഞ്ഞിട്ടാണെങ്കിൽ അത് പറയട്ടെ, എന്താണ് കാരണം? ഇതിനകത്ത് വേറെ സംഗതിയുണ്ട്. ലാസ്റ്റ് ഒരു ചോദ്യമുണ്ട്. അതിൽ ഇപ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ ഇതാണ്. PT ഇന്ത്യ മൊത്തം സഞ്ചരിക്കുന്ന ഒരാളാണ് കർഷക സമരമായിട്ട് ബന്ധപ്പെട്ടിട്ട്. എന്താണ് ഓൾ ഇന്ത്യ ലെവലിൽ ഈ ആദിവാസികളുടെ അവകാശം അല്ലെങ്കിൽ അവരുടെ ലാൻഡ്സ് റൈറ്റ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു സിനാരിയോ എന്താണ്? ഓൾ ഇന്ത്യ ലെവലിൽ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എക്സ്ക്ലൂസീവ്ലി എനിക്ക് പറയാൻ പറ്റുന്ന 2 സംസ്ഥാനങ്ങൾ ഏറ്റവും കൂടുതൽ ലാൻഡ് റൈറ്റ് ഓൺ ദി ബേസിസ് ഓഫ് ഫോറസ്റ്റ് റൈറ്റ് ആക്ട്. ഫോറസ്റ്റ് റൈറ്റ് ആക്ടിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിൽ ക്ലെയിം കൊടുക്കുന്നതിലും ക്ലെയിം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിലും ഛത്തീസ്ഗഡിലെയും മധ്യപ്രദേശിലെയും ആദിവാസി സമൂഹങ്ങൾ ഒരുപാട് മുന്നോട്ട് പോവുകയും അത് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ പറ്റിയിടത്തെല്ലാം അവരത് കൃഷിയും ഉപജീവനവും നല്ല രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്യുന്ന തരത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ചമ്പൽ ഉൾപ്പെടെ, ഞാനിപ്പോൾ 1.5 മാസം മുമ്പ് ചമ്പലിലുണ്ടായിരുന്നതാണ്. ചമ്പൽ ഉൾപ്പെടെ മധ്യപ്രദേശിലെയും ഛത്തീസ്ഗഡിലെയും പല പ്രദേശങ്ങൾ, ഒഡീസയിലും വലിയ രീതിയിൽ ഈ ലാൻഡ് റൈറ്റ്സ് അവർക്ക് എസ്റ്റാബ്ലിഷ്. ഇതിനൊക്കെ കാരണം ഒറ്റന്നേ ഉള്ളൂ.
വനാവകാശ നിയമത്തെ ഫലപ്രദമായി ഈ ആദിവാസി സമൂഹത്തിന് ക്ലെയിം ഫയൽ ചെയ്യാനും ആ ക്ലെയിം എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാനും സാധിക്കുന്ന തരത്തിലുള്ള ഒരു കാലാവസ്ഥ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ആദിവാസിക്ക് അത് ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇത് നമ്മൾ ക്ലെയിം കൊടുത്താൽ നമ്മുടെ ഉടമസ്ഥാവകാശത്തിൽ വരും. രേഖയ്ക്കപ്പുറത്ത് ഇതിൻ്റെ നാച്ചുറൽ റിസോഴ്സസിൻ്റെ അവകാശം നമുക്കാണ് എന്നത് നിയമം വരെ ബോധ്യപ്പെടുത്തുന്നതിലും സംഘടനകൾക്ക് സാധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ അതിൻ്റെ വർക്ക് നടക്കുന്നുമുണ്ട്. UP കമ്പാരിറ്റീവ്ലി ഏറ്റവും മോശമാണ്, ഇംപ്ലിമെൻറ്റേഷനും മോശമാണ്, കാര്യങ്ങളെല്ലാം അവതാളത്തിലാണ്. പക്ഷേ ഉത്തരാഖണ്ഡ്, ഹിമാചൽ, ജമ്മു കാശ്മീർ ഈ 3 സംസ്ഥാനങ്ങളിൽ ജമ്മു കാശ്മീരിലെ നൊമാഡിക് ട്രൈബ്സിന് ഒരു ഡീനോട്ടിഫൈഡ് ആൻഡ് നൊമാഡിക് ട്രൈബ്സ് എന്ന് പറയുന്ന ഒരു വലിയ കമ്മ്യൂണിറ്റിയാണ് പിന്നെ JNKയിലുള്ളത്. അവരുടെ കാര്യത്തിലും വളരെ ഏറെ പ്രോഗ്രസീവായിട്ടുള്ള തരത്തിൽ ആക്ടിവിറ്റീസ് നീങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഈ നിയമത്തിൻ്റെ മാത്രം കരുത്തുകൊണ്ടാണെന്ന് ഞാൻ കരുതുന്നു. ആ നിയമം നടപ്പാക്കുന്നതിന് അനുകൂലമായി നിൽക്കുന്ന ഭരണകൂടങ്ങളുടെയും കൂടി ഒരു സപ്പോർട്ട് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. ഭരണകൂടങ്ങളെക്കാൾ ക്ലെയിം ഫയൽ ചെയ്ത് വാങ്ങിച്ചെടുക്കാനുള്ള ഇച്ഛാശക്തി നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. തമിഴ്നാട് ചെയ്തിട്ടുള്ളൊരു സംഗതി നിങ്ങൾ ഓർക്കണം. ഈ സ്റ്റാലിൻ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിൻ്റെ എനിക്ക് തോന്നുന്നു ഒരു 8 മാസം മുമ്പ് ഒരു 12,000 കോടി രൂപ അലോക്കേറ്റ് ചെയ്തു. 12,000 crores. 12,000 കോടിയില്ല, 12,000 കോടിയാണെന്ന് എനിക്ക് തോന്നുന്നു. യെസ്, അത്രയും ഒരു എമൗണ്ട് ഉണ്ട്. ആ എമൗണ്ട് വെച്ച് തമിഴ്നാട്ടിലെ എല്ലാ ജില്ലകളിലെയും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളെ വനാവകാശ നിയമത്തെക്കുറിച്ച് കൃത്യമായി പഠിപ്പിക്കുകയും ആ നിയമം പഠിച്ച് മനസ്സിലാക്കി ആദിവാസി സമൂഹത്തെ കൊണ്ട് ക്ലെയിം പെറ്റീഷൻ ഫയൽ ചെയ്യിച്ച് ആ ക്ലെയിം പെറ്റീഷനിലൂടെ അവർക്ക് എങ്ങനെ അവരുടെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സ്ഥാപിച്ചെടുക്കാൻ പറ്റുമെന്ന് കമ്മ്യൂണിറ്റിയെ എംപവർ ചെയ്തെടുക്കുന്ന ഒരു പ്രോസസ്സിന് സ്റ്റാലിൻ മുൻകൈയെടുത്തു. ചെറിയ കാര്യമല്ലത്. അയാളതിന് പറഞ്ഞ റീസൺ ഇതേ ഉള്ളൂ. നിലവിലുള്ള നമ്മുടെ ഭരണ സംവിധാനം വെച്ചുകൊണ്ട് അവർക്ക് ഈ ജന്മത്ത് ഈ ഭൂമിയുടെ അവകാശം കിട്ടാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞതാണ് ഈ ബ്യൂറോക്രാറ്റിക് സംവിധാനങ്ങളിലെ ഈ പിന്നെ ബ്രാഹ്മണിക്കൽ ഹെഗമണി എന്ന് പറഞ്ഞൊരു സാധനത്തെ അയാൾ മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് അവരെ ഇവിടെ മാറ്റി നിർത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഫണ്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് അതാത് ഗ്രാമപഞ്ചായത്തുകളിൽ ഏതൊക്കെ ആദിവാസി ഹാംലെറ്റുകളുണ്ടോ ആ ആദിവാസി ഹാംലെറ്റുകൾ 75 കൊല്ലത്തിൽ കൂടുതൽ എവിടെയെങ്കിലും താമസിച്ചിട്ടുണ്ട് എങ്കിൽ ആ താമസിച്ചവർക്കെല്ലാം ക്ലെയിം ഫയൽ ചെയ്യാനും ആ ക്ലെയിം ഫയൽ ചെയ്താൽ എങ്ങനെയാണ് അവർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം അവർക്ക് സ്ഥാപിച്ചെടുക്കാൻ സാധിക്കുന്നത് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ഒരു ടീം ഓഫ് യങ്സ്റ്റേഴ്സിനെ ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ് സ്റ്റാലിൻ ചെയ്ത ഏറ്റവും വലിയ ഗ്രേറ്റ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി. ഇൻ കേസ് കേരളത്തിൽ UPA ഗവൺമെൻറ് പവറിൽ ഇപ്പോൾ UDF ഗവൺമെൻറ് പവറിൽ വന്നു കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ നമ്മൾ ഇത് തന്നെയാണ് മാതൃകയായിട്ട് പറയാൻ പോകുന്നത്. സ്റ്റാലിൻ എന്താണോ തമിഴ്നാട്ടിൽ ചെയ്തിട്ടുള്ളത് ആ ചെയ്തതിൻ്റെ ഒരു മോഡൽ മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിൽ അത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിലെ മുഴുവൻ ആദിവാസികൾക്കും ഭൂരഹിതരായ ഒരൊറ്റ ആദിവാസി പിന്നെ ബാക്കി ഉണ്ടാവില്ല. അത് സാധ്യമാണ്. ഇത് നിങ്ങൾ വേറെ എവിടുന്നും ഭൂമി കണ്ടെത്തേണ്ട കാര്യമില്ല. അവരുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന വനം, അതിലെ നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗിക്കാനുള്ള അവകാശം അവർക്കുണ്ട് എന്ന നിയമം ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രം മതി, വിഷയം പരിഹരിക്കും. ഇത്രയും നേരം നമ്മളുമായി സംസാരിച്ചത് ആദിവാസി അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കാലങ്ങളായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന, അതിന് നേതൃത്വം കൊടുക്കുന്ന PT ജോണാണ്. ടൈം ലൈനുമായി സംസാരിച്ചതിൽ നന്ദി. താങ്ക് യു വെരി മച്ച്.